നേരം 3 മണിയായിട്ടുണ്ട്. ജിതിൻ വാതിൽ പൂട്ടിയിറങ്ങി. മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റിനരികിലേക്ക് ചെന്ന് അവൻ അതിലേക്ക് കയറിയിരുന്നു. തനതായ ശബ്ദത്തിൽ അവൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ടായി. വയലേലകൾക്ക് നടുവിലൂടെയുള്ള ടാറിട്ട റോഡിലൂടെ അവൻ്റെ ബൈക്ക് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. വയലിൽ നിന്നും നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൂടിൻ്റെ കാഠിന്യം അറിയുന്നില്ല. ആ കാറ്റിൽ അവൻ്റെ മുടിയിഴകൾ ഒരു വശത്തേക്ക് പാറിപ്പറക്കുന്നുണ്ട്. അവനിപ്പോൾ ചെല്ലുന്നത് അവൻ്റെ അമ്മയുടെ തറവാട്ട് വീട്ടിലേക്കാണ്. അവിടെ അമ്മയുടെ അമ്മയും സഹോദരന്മാരുമൊക്കെയുണ്ട്. അമ്മയ്ക്ക് 2 സഹോദരന്മാരാണുള്ളത്. അവരും അവരുടെ ഭാര്യമാരും മുത്തശ്ശിയും മാത്രമേ ഇപ്പോൾ അവിടെയുള്ളൂ. മൂത്ത സഹോദരന് 2 ആൺമക്കളാണ്. അവർ 2 പേരും വിദേശത്താണ്. 2 പേരുടെയും വിവാഹം കഴിഞ്ഞിട്ടില്ല. മൂന്നാമത്തെ ആൾക്ക് ഒരാണും ഒരു പെണ്ണും. മൂത്തവൻ ബാംഗ്ലൂരാണ്. ഇളയവൾ ചെന്നൈയിലായിരുന്നു. ഇപ്പോൾ നാട്ടിലുണ്ട്. ലീവിന് വന്നതാണ്. ഈ 2 അമ്മാവന്മാരുടെ മക്കൾക്കും പണ്ടു തൊട്ടേ ജിതിനെ ഇഷ്ടമല്ലായിരുന്നു. വിവരം വെച്ചു വരുന്ന പ്രായം തൊട്ടേ അവരുടെ വീട്ടുകാർ പറഞ്ഞു കൊടുത്തത് അത്തരം കാര്യങ്ങളായിരുന്നു. അതു കേട്ടു കേട്ട് കുഞ്ഞുനാൾ മുതലേ അവരുടെ മനസ്സിലും അത്തരം അന്തരം തറഞ്ഞു പോയിരുന്നു. പുച്ഛവും പരിഹാസവും കളിയാക്കലും മാത്രമാണ് അവരെക്കുറിച്ചുള്ള ജിതിൻ്റെ ഓർമ്മ. അതുകൊണ്ട് തന്നെ പണ്ടു തൊട്ടേ അവരുമായി യാതൊരു ബന്ധവും ജിതിനുണ്ടായിരുന്നില്ല. അവൾ നാട്ടിൽ വന്നത് ജിതിൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല തറവാട്ടിലേക്ക് ചെല്ലാൻ. പക്ഷേ നാട്ടിൽ വന്നിട്ട് മുത്തശ്ശിയെ ചെന്നു കണ്ടില്ലെങ്കിൽ പിന്നെ അതു മതി. പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ഒരു പട്ടിയുടെ വില പോലും അവരവന് കൊടുത്തിരുന്നില്ല. ഇപ്പോൾ നല്ലൊരു ജോലിയായി വലിയ നിലയിലെത്തിയപ്പോഴാണ് അവർക്കെല്ലാം ജിതിനെ കണ്ണിന് പിടിച്ചു തുടങ്ങിയത്. ഇപ്പോൾ ആ തറവാട്ടിലെ ഒരേയൊരു പെൺതരിയെ അവനെക്കൊണ്ട് കെട്ടിക്കണം എന്ന ആഗ്രഹം കൂടി അവർക്കുണ്ട്. കാരണം വേറൊന്നുമല്ല, ഒന്നുമല്ലാതിരുന്ന സമയത്ത് ഉള്ളതെല്ലാം വിറ്റുപെറുക്കി അവൻ സ്വന്തമായി ചെറിയൊരു ബിസിനസ് തുടങ്ങിയിരുന്നു. ഇപ്പോൾ അത് പടർന്നു പന്തലിച്ച് ഒത്തിരി പേർ ജോലിക്ക് നിൽക്കുന്ന വലിയൊരു സംരംഭം ആയിരിക്കുകയാണ്. അവൻ്റെ അമ്മയും അച്ഛനും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് തന്നെ അത് പുറത്തേക്ക് പോകാതെ തങ്ങൾക്ക് തന്നെ കിട്ടണമെന്നൊരു ഗൂഢലക്ഷ്യം കൂടി ഈ വിവാഹാലോചനയ്ക്ക് പിറകിലുണ്ടെന്നതാണ് സത്യം. അവൻ്റെ അമ്മ അവൻ്റെ അച്ഛൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് അവൻ്റെ അമ്മ വീട്ടുകാർക്ക് ഒട്ടും ദഹിച്ചിരുന്നില്ല. അന്തസ്സിനും അഭിമാനത്തിനും സമ്പത്തിനുമായിരുന്നു അവർ വില കൊടുത്തിരുന്നത്. സമ്പത്തിൻ്റെ കാര്യത്തിൽ അവരെക്കാൾ എത്രയോ താഴ്ന്നിട്ടായിരുന്നു അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ. അതുതന്നെയായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രശ്നവും. അന്ന് അമ്മയുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിനും പണം തന്നെയായിരുന്നു വലുത്. തങ്ങളെക്കാൾ താഴ്ന്നവരെ ഉൾക്കൊള്ളാൻ അയാൾക്കൊട്ടും ആകുമായിരുന്നില്ല. പക്ഷേ മുത്തശ്ശി അങ്ങനെയായിരുന്നില്ല. അവർക്ക് മകളോടും പേരക്കുട്ടിയോടും സ്നേഹം തന്നെയായിരുന്നു. എന്തിനു പറയുന്നു, അവൻ്റെ അച്ഛനോട് പോലും അവർക്ക് ചെറുതല്ലാത്തൊരു വാത്സല്യം തോന്നിയിരുന്നു എന്നതാണ് സത്യം. കാരണം വേറൊന്നുമല്ല, കല്യാണം കഴിഞ്ഞ് ഇവിടേക്ക് വന്ന അന്നു മുതൽ പണത്തിന് മാത്രം വില കൊടുക്കുന്ന ഭർത്താവിനെയും വീട്ടുകാരെയുമാണ് കാണുന്നത്. മക്കളുണ്ടായപ്പോൾ അവരും അതേപോലെ തന്നെ. ആകെ മടുത്തു പോയിരുന്നു അവർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ മകളൊരു ചെറുപ്പക്കാരനുമായി ഇഷ്ടത്തിലാണെന്ന് അറിയുന്നത്. ആദ്യമൊന്നും അത് അംഗീകരിക്കാൻ അവർക്കായിരുന്നില്ല. എന്നാൽ പിന്നീട് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരാളെയാണ് മകൾ കണ്ടുപിടിച്ചതെന്ന് അവർക്ക് മനസ്സിലായി. പുറത്ത് എവിടെ വെച്ച് കണ്ടാലും സ്നേഹത്തോടെ അവർക്കരികിലേക്ക് വന്നു സംസാരിക്കുമായിരുന്നു അയാൾ. വേറെ ആരോടുമില്ല, അവളുടെ അമ്മയോട് മാത്രം. അവർക്ക് മാത്രമേ ആ തറവാട്ടിൽ കരുണയും സ്നേഹവും ഉണ്ടായിരുന്നുള്ളൂ എന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അങ്ങനെ എപ്പോഴോ മുത്തശ്ശിക്കും തിരിച്ച് അയാളോടൊരു വാത്സല്യം തോന്നി തുടങ്ങിയിരുന്നു. പിന്നീട് സമ്പത്ത് നോക്കി വലിയൊരു തറവാട്ടിലേക്ക് അവളെ വിവാഹം കഴിച്ചയക്കാൻ തീരുമാനിച്ചപ്പോൾ വേറൊരു നിവൃത്തിയുമില്ലാതെ അയാൾക്കൊപ്പം ഇറങ്ങിപ്പോയതാണ് ജിതിൻ്റെ അമ്മ. ഇനിയൊരു മകളില്ലെന്നാണ് അന്ന് അവളെക്കുറിച്ച് അവളുടെ അച്ഛൻ പറഞ്ഞത്. അവളുമായി ആരെങ്കിലും എന്തെങ്കിലും ബന്ധം സ്ഥാപിച്ചാൽ അവർക്കും ഈ വീട്ടിൽ നിന്നും പുറത്തായിരിക്കും സ്ഥാനം എന്നാണ് അവളുടെ അച്ഛൻ അന്ന് പറഞ്ഞത്. എന്നിട്ടും ആരും കാണാതെ അമ്പലത്തിൽ പോകുമ്പോഴും മറ്റും അവർ മകളെയും കുഞ്ഞിനെയും കാണുമായിരുന്നു, സ്നേഹിക്കുമായിരുന്നു, കൊഞ്ചിക്കുമായിരുന്നു. ഇപ്പോൾ നാട്ടിലുള്ള ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ കല്യാണം. വരാതിരിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ തറവാട്ടിലേക്ക് പോകണമെന്ന് പോലും വിചാരിച്ചതല്ല. പിന്നെ ഇതുവരെ വന്നിട്ട് മുത്തശ്ശിയെ ചെന്നു കാണാതിരിക്കാൻ അവനാകുമായിരുന്നില്ല. ഇപ്പോഴും ഒളിച്ചും പാത്തും തന്നെ സ്നേഹിച്ച ചുംബനങ്ങൾ കൊണ്ട് മൂടിയ മുത്തശ്ശിയുടെ മുഖമാണ് അവന് ഓർമ്മ വരുന്നത്. ആ മുത്തശ്ശിയെ ഒന്ന് കാണാൻ വേണ്ടി, മുത്തശ്ശിക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ തറവാട്ടിലേക്ക് ഇങ്ങനെയൊരു യാത്ര. പോകുന്ന വഴിക്ക് അവൻ കുറച്ച് ഫ്രൂട്ട്സും പലഹാരവുമെല്ലാം വാങ്ങിച്ചിരുന്നു. അതും അവർക്ക് വേണ്ടി വാങ്ങിയതല്ല, മുത്തശ്ശിക്ക് വേണ്ടി മാത്രം. അവൻ്റെ ബുള്ളറ്റ് പടിപ്പുരയും കടന്ന് ആ തറവാട്ടിൻ്റെ മുറ്റത്ത് വന്നു നിന്നു.
വണ്ടിയുടെ ശബ്ദം കേട്ട് ഓരോരുത്തരായി പുറത്തേക്ക് വന്നു. 2 അമ്മായിമാരാണ് ആദ്യം പുറത്തേക്ക് വന്നത്. വണ്ടിയിൽ തന്നെ ഇരിക്കുന്ന അവനെ കണ്ട് അവരവൻ്റെ അരികിലേക്കോടി. അയ്യോ, ഇതാരാ വന്നിരിക്കുന്നേ? ജിതിൻ മോനോ? എന്താ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നേ? ഇറങ്ങി വാ മോനെ. ചെറിയമ്മായിയാണ് അത് പറഞ്ഞത്. കാരണം ചെറിയമ്മായിയുടെ മോളെയാണ് അവനെക്കൊണ്ട് കെട്ടിക്കേണ്ടത്. അതിൻ്റെ ഒരു അധിക സ്നേഹപ്രകടനം അവർ നടത്തുന്നുണ്ട്. വല്യമ്മായിക്കും അവനോട് വലിയ താല്പര്യമില്ല. പിന്നെ അവൻ്റെ ഇപ്പോഴത്തെ സ്വത്തെല്ലാം കണ്ട് അവരുടെ കണ്ണും മഞ്ഞളിച്ചു പോയിരിക്കുന്നു. അവൻ കഴിഞ്ഞാൽ അവൻ്റെ അച്ഛൻ വീട്ടുകാർക്കായിരിക്കും അവൻ്റെ സ്വത്തിലെല്ലാം അവകാശം. അതുണ്ടാവരുത്. എങ്ങനെയെങ്കിലും അവനെ സോപ്പിട്ട് വശത്താക്കണം. അവൻ്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കണം. അതിനിപ്പോൾ ഒരേയൊരു മാർഗമേ ഉള്ളൂ. ഗായത്രിയുമായി അവൻ്റെ വിവാഹം നടക്കണം. അതാണ് അവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അവൻ അവരെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. ഇപ്പോൾ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ എവിടെ നിന്ന് വന്നെന്നും എങ്ങനെ വന്നുവെന്നും അവനറിയാം. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ കാണിക്കുന്ന ഈ സ്നേഹം കാണുമ്പോൾ അവന് അവരോട് പുച്ഛമാണ് തോന്നിയത്, കൂട്ടത്തിൽ സഹതാപവും. മുത്തശ്ശി എവിടെ? പ്രത്യേകിച്ച് ആരോടെന്നില്ലാതെ അവൻ ചോദിച്ചു. അമ്മ അകത്തുണ്ട്, മോൻ അങ്ങ് ചെന്നോളൂ, വല്യമ്മായി പറഞ്ഞു. അവൻ മുറ്റത്ത് നിന്ന് തന്നെ ആ വലിയ തറവാട് ആകെയൊന്ന് നോക്കി. അതിന് മോന് അമ്മയുടെ മുറി ഏതാണെന്ന് അറിയില്ലല്ലേ? അതെങ്ങനെയാ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടേക്ക് ഒന്ന് വരണ്ടേ? ചെറിയമ്മായി ഒരു ഓളത്തിൽ അങ്ങ് പറഞ്ഞതും അവൻ അവരെ തന്നെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ അവൻ പലതും പറയാതെ പറയുന്നുണ്ട് എന്നവർക്ക് തോന്നി. അവരൊന്ന് പതറി. പറയേണ്ടിയിരുന്നില്ല. അത് താഴെ ഹാളിൻ്റെ അവിടെ ആദ്യം തന്നെ കാണുന്ന മുറിയാണ്. വാതിൽ തുറന്നു കിടപ്പുണ്ട്, മോൻ ചെല്ല്. ആ പതർച്ച പുറമേ കാണിക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവർ പറഞ്ഞു. അവൻ അതിനൊന്നും പറഞ്ഞില്ല. പതിയെ ചെരുപ്പ് മുറ്റത്ത് അഴിച്ചു വെച്ചുകൊണ്ട് ആദ്യമായി അവൻ തറവാട്ടിലേക്ക് കയറി. തറവാട്ടിൻ്റെ ആദ്യ പടി ചവിട്ടിയപ്പോൾ തന്നെ അവൻ്റെ കാലിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. അതൊരു വിറയലായി കാലു മുതൽ ഉച്ചി വരെ പാഞ്ഞു കയറാൻ അധിക സമയം വേണ്ടി വന്നില്ല. തൻ്റെ അമ്മയുടെ വീട്, തൻ്റെ അമ്മ ജനിച്ചു വളർന്ന വീട്, അമ്മയുടെ സാന്നിധ്യം അവിടെ എവിടെയൊക്കെയോ ഉണ്ടെന്ന് അവന് തോന്നി. അത് അവനെ തളർത്തി. അവന് വല്ലാത്ത വേദന തോന്നി. മോനെന്താ കുടിക്കാൻ വേണ്ടത്? ചായയോ കാപ്പിയോ? അല്ലെങ്കിൽ ജ്യൂസ് എടുക്കാം അല്ലേ? ഹാളിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ പിറകെ നടന്നുകൊണ്ട് ചെറിയമ്മായി ചോദിച്ചു. ഒന്നും വേണ്ട, ഞാനിപ്പോൾ തന്നെ പോകും. സൗമ്യമായി തന്നെയാണ് അവനത് പറഞ്ഞത്. അയ്യോ, അതെങ്ങനെയാ ശരിയാവുന്നേ? ഇവിടെ വരെ വന്നിട്ട് ഒന്നും കുടിക്കാതെ പോയാൽ ശരിയാവില്ല. എന്തേലും കഴിച്ചിട്ട് പോയാൽ മതി. വേണ്ട, ഇനി ഇവിടെ കൂടാം. ഒരു 2 ദിവസം ഇവിടെ ഞങ്ങളോടൊപ്പം നിന്നിട്ട് പോകാം. അതാ നല്ലത്. ചെറിയമ്മായി ഒരു ചിരിയോടെ തന്നെ പറഞ്ഞു. അവൻ അതിനുമൊന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, കേട്ടതായി പോലും ഭാവിച്ചില്ല. ഇതാ മുറി. തുറന്നു കിടക്കുന്ന ഒരു മുറിക്ക് മുൻപിലെത്തിയതും വല്യമ്മായി പറഞ്ഞു. അവൻ വാതിൽക്കൽ നിന്നും ആ മുറിക്കുള്ളിലേക്ക് ഒന്ന് എത്തി നോക്കി. മുത്തശ്ശിയുടെ മുഖം കാണുന്നില്ല. മറുവശത്തേക്ക് ചരിഞ്ഞു കിടക്കുകയാണ്. അവൻ്റെ നെഞ്ചൊന്ന് പിടച്ചു. അമ്പലത്തിൽ വെച്ചും ഇടവഴിയിൽ വെച്ചും ആരും കാണാതെ തന്നെ ചേർത്ത് പിടിച്ചിരുന്ന, കൈനിറയെ മിഠായിയും പലഹാരങ്ങളും തന്നിരുന്ന, സ്നേഹത്തോടെ തൻ്റെ കവിളിൽ ചുണ്ടു ചേർത്തിരുന്ന മുത്തശ്ശിയെ അവന് ഓർമ്മ വന്നു. തന്നെ മാത്രമല്ല, അന്നും അമ്മയെയും അച്ഛനെയും മുത്തശ്ശിക്ക് വലിയ കാര്യമായിരുന്നു. അവരോടും വല്ലാത്ത സ്നേഹമായിരുന്നു. എല്ലാവരെയും പോലെ അവരുടെ അടുത്ത് മുത്തശ്ശി മുഖം കറുപ്പിച്ചിരുന്നില്ല. അവൻ പതിയെ മുറിയിലേക്ക് കയറി. അമ്മേ, ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ, വല്യമ്മായി പറഞ്ഞു. അവന് പിറകെ തന്നെ അവരും വന്നിട്ടുണ്ട്. കട്ടിലിൽ ചെരിഞ്ഞു കിടന്നിരുന്ന മുത്തശ്ശി പതിയെ തിരിഞ്ഞു നോക്കി. തന്നെ നോക്കി നിൽക്കുന്നവൻ. വർഷങ്ങളേറെ കഴിഞ്ഞിരിക്കുന്നു അവനെ ഒന്ന് കണ്ടിട്ട്. എങ്കിലും അവർക്കൊട്ടും താമസിക്കേണ്ടി വന്നില്ല അവനെ തിരിച്ചറിയാൻ. മോനെ, ഒരു കരച്ചിലോടെ പറഞ്ഞുകൊണ്ട് അവർ കട്ടിലിൽ നിന്നും എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു. അവൻ വേഗം ചെന്ന് മുത്തശ്ശിയെ കൈ പിടിച്ചിരുത്തി. അവർ 2 കൈയിലും അവൻ്റെ മുഖം കോരിയെടുത്തു. അവരുടെ കൈകൾ വിറച്ചിരുന്നു, ചുണ്ടുകൾ വിതുമ്പിയിരുന്നു, കണ്ണുകൾ നിറഞ്ഞിരുന്നു. നീ ഈ മുത്തശ്ശിയെ മറന്നു അല്ലേടാ? അവൻ്റെ കവിളിലൂടെ തലോടി അവസാനം അവൻ്റെ തോളിലായി അവരുടെ വിറയ്ക്കുന്ന കൈകൾ വന്നു നിന്നു. ഇല്ല, മുത്തശ്ശിയെ മറന്നിട്ടല്ല ഞാൻ. പറഞ്ഞു വന്നതും അവനൊന്ന് നിർത്തി. അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. അവൻ മുത്തശ്ശിയെ ഇറുക്കെ പുണർന്നു. പെട്ടെന്നാണ് മുത്തശ്ശി ചുറ്റും നിൽക്കുന്നവരെ ശ്രദ്ധിച്ചത്. അവരെ കണ്ടതും മുത്തശ്ശിയുടെ മുഖം ഇരുണ്ടു. ചുണ്ടുകൾ ഒന്നുകൂടി വിറച്ചു. എനിക്കെൻ്റെ മോനോട് തനിച്ചൊന്ന് സംസാരിക്കണം, ആരോടെന്നില്ലാതെ മുത്തശ്ശി പറഞ്ഞു. പിന്നെ അവൻ്റെ നേരെയൊന്ന് നോക്കി. മോനെ, മോൻ ചെന്ന് വാതിൽ അടച്ചു വാ. എത്രയായി ഞാൻ എൻ്റെ കുട്ടിയെ ഒന്ന് കണ്ടിട്ട്. അവർ പറഞ്ഞതും അവൻ തലയാട്ടിക്കൊണ്ട് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു.
മുത്തശ്ശി പറഞ്ഞത് അവിടെ നിന്ന അവരുടെ 2 മരുമക്കൾക്കും ഇഷ്ടമായില്ല. അത് അവരുടെ മുഖത്തു നിന്ന് തന്നെ തിരിച്ചറിയാം. എങ്കിലും അത് അവന്റെ മുൻപിൽ വെച്ച് പ്രകടിപ്പിക്കാൻ വയ്യ. ഓ അതിനെന്താ, മുത്തശ്ശിയും പേരക്കുട്ടിയും തമ്മിൽ എന്താണെന്ന് വെച്ചാൽ സംസാരിച്ചോളൂ. ഞങ്ങൾ അപ്പോഴേക്കും എന്തേലും കുടിക്കാനെടുക്കാം. അവനെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് അവർ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. അപ്പോഴും മുത്തശ്ശി അരുതാത്തതെന്തെങ്കിലും അവനോട് പറഞ്ഞു കൊടുക്കുമോ എന്നൊരു പേടി അവർ 2 പേർക്കും ഉണ്ടായിരുന്നു. അത്രയും നല്ല രീതിയിലാണ് അവർ മുത്തശ്ശിയെ നോക്കുന്നത്. അവർ മുറിയിൽ നിന്നും പോയതും അവൻ ചെന്ന് വാതിൽ അകത്തുനിന്നും അടച്ച് വീണ്ടും വന്ന് മുത്തശ്ശിക്ക് അരികിൽ തന്നെ ഇരുന്നു. മുത്തശ്ശി സുഖാണോ? അവൻ അവരുടെ കൈ തൻ്റെ 2 കൈകൾക്കുള്ളിലായി പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവരതിന് നിറഞ്ഞ കണ്ണുകളോടെ ഒന്ന് തലയാട്ടി. എൻ്റെ കുട്ടിക്ക് സുഖായിരിക്കുന്നോ? മുത്തശ്ശിക്ക് അതുമാത്രം അറിഞ്ഞാൽ മതി. അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവർ ചോദിച്ചു. എനിക്ക് സുഖാണ് മുത്തശ്ശി. പറയുമ്പോൾ അവൻ്റെ ഉള്ളിലൊരു നോവ് നിറഞ്ഞു നിന്നിരുന്നു. ആ നോവ് കൃത്യമായി മുത്തശ്ശിക്ക് മനസ്സിലാവുകയും ചെയ്തു. അവളും അവനും പോയി അല്ലേ? എൻ്റെ കുട്ടി ഒറ്റയ്ക്കായി അല്ലേ? ആ നോവ് മനസ്സിലായതുപോലെ മുത്തശ്ശി ചോദിച്ചു. തല കുനിച്ചുകൊണ്ട് അവൻ അതേ എന്ന് തലയാട്ടി. ഞാൻ അറിഞ്ഞു. എൻ്റെ കുട്ടികളെ അവസാനായി എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതിനും സാധിച്ചില്ല. അല്ല, സമ്മതിച്ചില്ല. ഇവിടുള്ളോര് നിന്റെ വേദന, ഞാൻ അനുഭവിച്ച വേദന എത്രയാണെന്ന് എനിക്കേ അറിയുള്ളൂ കുട്ടിയെ. പറഞ്ഞുകൊണ്ട് നേരിയതിൻ്റെ തുമ്പുകൊണ്ട് വിറയ്ക്കുന്ന കൈകളാലെ അവർ കണ്ണീരൊപ്പി. അവൻ ആ കൈകളിൽ അമർത്തിപ്പിടിച്ചു. നിനക്കറിയോ, ഞാൻ ഇവിടുള്ള എല്ലാവരോടും മാറി മാറി പറഞ്ഞു നോക്കി. ഒരെണ്ണം ഞാൻ പറഞ്ഞത് കേട്ടില്ല. കൂടപ്പിറപ്പ് മരിച്ച അന്ന് ഇവിടെ ആഘോഷമായിരുന്നു. മീനും ഇറച്ചിയും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ. ആലോചിക്കുമ്പോൾ ഇപ്പോൾ കൂടി എൻ്റെ ചങ്ക് പൊട്ടുക. അവർ വീണ്ടും കണ്ണുകൾ ഒപ്പി. അവനും ആകെ വല്ലാതെയായി. നെഞ്ചു പറയുന്നൊരു വേദന സഹിച്ചു നിൽക്കാൻ അവന് പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ മുത്തശ്ശിയുടെ തോളിലേക്ക് ചാഞ്ഞു കിടന്ന് കരഞ്ഞു. അവരവൻ്റെ തോളിൽ പതിയെ തട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു. സാരില്ല, പോട്ടെ. നിന്നെ കരയിക്കാനോ വേദനിപ്പിക്കാനോ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. ഒത്തിരി നാളുകൂടി കാണാതെ നിന്നെ കണ്ടപ്പോൾ ഉള്ളിലെ സങ്കടമൊക്കെ പുറത്തേക്ക് വന്നു പോയതാ. എന്നും ഞാൻ പ്രാർത്ഥിക്കും, ചാവുന്നതിൻ്റെ മുൻപ് നിന്നെ ഒന്ന് കാണാൻ പറ്റണേന്ന്. ഇപ്പോൾ കണ്ടു. സമാധാനായി, സന്തോഷായി മുത്തശ്ശിക്ക്. അവർ തൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടക്കുന്ന അവൻ്റെ നെറുകിലൊന്ന് മുത്തി. അവനൊന്നും പറയാതെ അവരുടെ നെഞ്ചിൻ്റെ ചൂടും പറ്റി അങ്ങനെ കിടക്കുകയാണ്. മുത്തശ്ശി എന്നും പ്രാർത്ഥിക്കായിരുന്നു, എവിടെയാണേലും എൻ്റെ കുട്ടി നന്നായി ഇരിക്കണേന്ന്. എല്ലാവരും പറഞ്ഞു കേട്ടു ഇപ്പോൾ വലിയ നിലയിലാണെന്ന്. മുത്തശ്ശിക്ക് സന്തോഷായി. ഒരു സങ്കടേ ഉള്ളൂ, ഇതൊന്നും കാണാൻ നിന്റെ അമ്മയും അച്ഛനും ഇല്ലല്ലോന്ന്. പക്ഷെ എവിടെയോ ഇരുന്ന് അവരുടെ ആത്മാവ് ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകും. ആ, അങ്ങനെയായിരിക്കും വിധി. അല്ലെങ്കിൽ ആർക്കും വേണ്ടാതെ എല്ലാവർക്കും ഒരു ഭാരമായി ഈ കിളവി ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ നിന്റെ അമ്മയും അച്ഛനെയും ദൈവം അങ്ങ് കൊണ്ടുപോവോ? മുത്തശ്ശി പറഞ്ഞതും അവൻ മുഖമുയർത്തി മുത്തശ്ശിയെ ഒന്ന് നോക്കി. മുത്തശ്ശിക്ക് ഇവിടെ സുഖല്ലേ? അവൻ ചോദിച്ചതും മുത്തശ്ശി വെറുതെ ഒന്ന് ചിരിച്ചു കളഞ്ഞു. പറ മുത്തശ്ശി, മുത്തശ്ശിക്ക് ശരിക്കും ഇവിടെ സുഖല്ലേ? അവൻ വീണ്ടും ചോദിച്ചു. എനിക്ക് ഇനി എന്ത് സുഖം കുട്ടി? നിന്നെ കണ്ടല്ലോ, അത് മതി. ഇനി ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ അങ്ങ് പോകണമെന്നേ ഉള്ളൂ. മുത്തശ്ശി പറഞ്ഞതും അവൻ അവരെ ഒന്ന് തർപ്പിച്ചു നോക്കി. അങ്ങനെ ഇപ്പോൾ എങ്ങും പോകുന്നില്ല. അവൻ വീണ്ടും അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവർ ചിരിച്ചുകൊണ്ട് അവൻ്റെ കയ്യിലൊന്ന് വീണ്ടും തട്ടി. അവിടെ അച്ഛൻ്റെ വീട്ടിൽ നിനക്ക് സുഖമായിരുന്നില്ലേ? അവിടെ എന്താ മുത്തശ്ശി കുഴപ്പം? എല്ലാവർക്കും എന്നോട് സ്നേഹം തന്നെയാ, അവൻ പറഞ്ഞു. ആ, അതെനിക്കറിയാം. ഇവിടത്തെ പോലെ പണമില്ലെന്നേ ഉള്ളൂ. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അവരൊട്ടും പിറകിലല്ല. ഇവിടത്തെ കാര്യം തന്നെ നോക്ക്. പണം എത്ര ഉണ്ടെങ്കിലും എന്താ, ഇവർക്ക് തമ്മിൽ സ്നേഹമെന്ന് പറയുന്ന സാധനമുണ്ടോ? എല്ലാം വെറും അഭിനയാ. മുത്തശ്ശി പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു. പിന്നെന്താ നിന്റെ വിശേഷം? പറയ്, മുത്തശ്ശി കേൾക്കട്ടെ. അവരവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്കെന്ത് വിശേഷം മുത്തശ്ശി? ഉള്ളതെല്ലാം വിറ്റും കുറേ കടം വാങ്ങിയും ചെറിയൊരു ബിസിനസ് തുടങ്ങി. ദൈവം സഹായിച്ച് അതിപ്പോൾ നല്ലൊരു നിലയിലെത്തി. ഒത്തിരി ജോലിക്കാരുണ്ട്. അവരെക്കൊണ്ട് ജോലി എടുപ്പിച്ചും സ്വയം ജോലി ചെയ്തും അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അഭിലാഷ്. 2 ദിവസം കഴിഞ്ഞ അവൻ്റെ കല്യാണാണ്. അതിനു വേണ്ടി വന്നതാ. അത് കഴിഞ്ഞാൽ തിരിച്ചു പോവണം. അവൻ പറഞ്ഞതും മുത്തശ്ശി അവനെ ഒന്ന് സങ്കടം ഭാവിച്ചുകൊണ്ട് നോക്കി. അപ്പോൾ അതിന് വന്നതാണ്, അല്ലാതെ ഈ മുത്തശ്ശിയെ കാണാൻ വേണ്ടി വന്നതല്ല. മറന്നു നീ മുത്തശ്ശിയെ.
പരിഭവത്തോടെ പറയുന്ന അവരെ കണ്ട് അബദ്ധം പറ്റിയതുപോലെ അവൻ നാവ് കടിച്ചുപോയി. അങ്ങനെയല്ല മുത്തശ്ശി, മുത്തശ്ശിയെ കാണാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണോ? എപ്പോഴും ആലോചിക്കും ഇങ്ങോട്ടൊന്ന് വരണമെന്നും മുത്തശ്ശിയെ കാണണമെന്നും. ചിലപ്പോൾ വല്ലാത്ത കൊതി തോന്നും. പിന്നെ ഇവിടുത്തെ അവസ്ഥ മുത്തശ്ശിക്ക് അറിയില്ലേ? വെറുതെ പോലും ഇവിടുള്ളവരെ കാണേണ്ടി വരരുതെന്ന എൻ്റെ ആഗ്രഹം. അവൻ പറഞ്ഞത് മുത്തശ്ശി കാര്യം മനസ്സിലായതുപോലെയൊന്ന് നെടുവീർപ്പിട്ടു. ആ പിന്നെ ഒരു കാര്യമുണ്ട്, അവർ രഹസ്യം പോലെ അവൻ്റെ അരികിലേക്കിരുന്നു കൊണ്ട് പറഞ്ഞു. എന്താ? അവനും രഹസ്യം പോലെ ചോദിച്ചു. അതുണ്ടല്ലോ, ഗായത്രിയില്ലേ, നിന്നെക്കൊണ്ട് അവളെ കെട്ടിക്കാനാ അവരുടെ വിചാരം. ആണോ? അവൻ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി. അതേന്ന്, അവർ പലതും പറഞ്ഞ് നിന്നെ പാട്ടിലാക്കാൻ നോക്കും. അതിലൊന്നും വീണു പോയേക്കല്ലേ എൻ്റെ കുഞ്ഞേ. മുത്തശ്ശി അവനെ നോക്കി പറഞ്ഞു. പറയുന്നത് കൊണ്ടൊന്നും തോന്നല്ലേ, ഇവിടത്തെ 4 പിള്ളേരും കണക്കാ. എല്ലാവരും അവരുടെ അച്ഛനെയും അമ്മയും പഠിച്ചു വെച്ചതുപോലെയാ. എന്നോടൊന്നും മിണ്ടിയിട്ട് എത്ര നാളായെന്ന് അറിയോ? ഗായത്രി മോൾ ഇപ്പോൾ ആണെങ്കിൽ ഇവിടുണ്ട്. എൻ്റെ അടുത്തേക്കൊന്ന് വരുമോ? എന്തേ മുത്തശ്ശി എന്ന് ചോദിക്കോ? എന്തേലും ചെയ്യോ? ഒന്നുമില്ല. എന്നെ ഇവിടെ ആർക്കും വേണ്ട മോനെ. ഞാനിവിടെ എല്ലാവർക്കും ഒരു ഭാര. മുത്തശ്ശി പറഞ്ഞതും അവൻ മുത്തശ്ശിയെ തന്നെയൊന്ന് നോക്കി. അവരുടെ കണ്ണിൽ വീണ്ടും നനവ് ഊറിയിരുന്നു. മുത്തശ്ശിയെ ഇവിടെ ആരും നോക്കാറില്ലേ? അവൻ ചോദിച്ചു. മരുന്നുള്ളതുകൊണ്ട് 3 നേരം ഇത്തിരി എന്തെങ്കിലും കഴിക്കാൻ തരും. പിന്നെ ഒരു പെണ്ണുണ്ടായിട്ടും ഒരു കാര്യം ഉണ്ടായില്ല. ഞങ്ങൾ തന്നെ നോക്കണം. അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. ഞാനതൊന്നും കാര്യാക്കാൻ പോകാറില്ല. ശരിയാ പറഞ്ഞത്. എൻ്റെ മോളുണ്ടായിരുന്നേൽ എനിക്കിങ്ങനെ ഇവിടെ കിടക്കേണ്ടി വരികയായിരുന്നോ? അവർ കരഞ്ഞുകൊണ്ട് കണ്ണീരൊപ്പി. മോളില്ലെന്ന് അല്ലേയുള്ളൂ, മോളെ മോനുണ്ടല്ലോ. ഞാൻ കൊണ്ടുപോകട്ടെ? മുത്തശ്ശി പോരുന്നോ എൻ്റെ കൂടെ? ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അവൻ മുത്തശ്ശിയുടെ കണ്ണീരൊപ്പിക്കൊണ്ട് അലിവോട് ചോദിച്ചു. അതുകേട്ട് മുത്തശ്ശി അവനെ തന്നെ ഒന്ന് നോക്കി. അവരുടെ കണ്ണുകൾ വിടർന്നിരുന്നു. തൻ്റെ കൂടെ വരാൻ മുത്തശ്ശിയും ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. ഇനിയൊന്നും പറയണ്ട, നാളെ ഞാനിങ്ങ് വരാം. ഇന്ന് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അല്ലെങ്കിൽ ഞാൻ മുത്തശ്ശിയെ ഇന്ന് തന്നെ കൂടെ കൊണ്ടുപോയേനെ. പിന്നെ നാളെ ഞാൻ വരുന്നത് വരെ ഇതാരോടും പറയണ്ട, കേട്ടല്ലോ? അവരുടെ കവിളിൽ നോവാതെ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും മുത്തശ്ശി ചിരിച്ചുകൊണ്ട് തലയാട്ടി. അവരവനെ ഒന്നുകൂടി സ്നേഹത്തോടെ പുണർന്നു. പിന്നെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഗായത്രി മോളുടെ കാര്യം. അവരെന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും സമ്മതിക്കരുത്. ഒന്നുമില്ലാതിരുന്ന കാലത്ത് അവർക്കൊന്നും മോനെ വേണ്ടായിരുന്നു. ഇന്നിപ്പോൾ എല്ലാം ഉണ്ടായപ്പോൾ നിന്നെ വേണം. നാളെ ഒരു സമയത്ത് ഇത്തിരി ഒന്ന് ക്ഷയിച്ചു പോയാൽ അവരുടെ സ്വഭാവം എന്താവുമെന്ന് നമുക്ക് തന്നെ ഊഹിക്കാമല്ലോ. അങ്ങനെ ഉണ്ടാകുമെന്നല്ല, എൻ്റെ കുട്ടിക്ക് എന്നും ഉയർച്ച മാത്രമേ ഉണ്ടാവൂ. പക്ഷേ കൂടെ ഒരാളെ കൂട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലതായാലും ചീത്തതായാലും ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുന്ന ഒരാളെ ആകണം. അങ്ങനെയൊരു കൂട്ട് മോന് കിട്ടും. അത് മതി, നമുക്കിത് വേണ്ട. മുത്തശ്ശി പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു. അത് പിന്നെ എനിക്കറിയില്ലേ മുത്തശ്ശി, അത് അത്രയേ ഉള്ളൂ. എന്നാ പിന്നെ ഞാനിറങ്ങാം, നാളെ വരാം. ചിലപ്പോൾ ഇവരൊക്കെ എന്തേലും പറഞ്ഞ് ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കും. പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നല്ല കുട്ടിയായി നാളെ എൻ്റെ കൂടെ അങ്ങ് വന്നേക്കണം, കേട്ടല്ലോ? അവരുടെ കവിളിൽ ഒന്നുകൂടി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവരതിന് നിറഞ്ഞ മനസ്സോടെ തന്നെ തലയാട്ടി. കാരണം അവർക്ക് ശരിക്കും മടുത്തു പോയിരുന്നു. നല്ല കാലത്ത് മോളെ കൂടെ ജീവിക്കാൻ പറ്റിയില്ല. ആ ആഗ്രഹം അവളുടെ മോൻ്റെ കൂടെ ജീവിച്ചെങ്കിലും തീർക്കട്ടെ എന്ന് അവരും കരുതി കാണണം. എന്നാ ശരി മുത്തശ്ശി, ഞാൻ വാതിൽ തുറന്നേക്കാം. പറഞ്ഞുകൊണ്ട് അവൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. അപ്പോഴാണ് മുത്തശ്ശിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എടാ മോനെ, മുത്തശ്ശി അവനെ പിറകിൽ നിന്നും വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കി. അവരവനെ കൈകൊണ്ട് അരികിലേക്ക് വിളിച്ചു. അവനൊന്ന് തല താഴ്ത്തി. പിന്നെ അവരെന്തേലും കുടിക്കാനോ കഴിക്കാനോ തന്നാൽ വാങ്ങേണ്ട, വേണ്ടെന്ന് പറഞ്ഞാൽ മതി. നിന്നെ അവരുടെ വശത്താക്കാൻ അതിലെന്തേലും കലക്കിത്തരാനും അവർ മടിക്കില്ല. മുത്തശ്ശി പറഞ്ഞത് കേട്ടതും അവന് ചിരി വന്നുപോയി. അവനില്ലെന്ന് തലയാട്ടി. ആ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് മുത്തശ്ശി തലയണയ്ക്കടിയിൽ നിന്നും ഒരു താക്കോലെടുത്തു. മുത്തശ്ശി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെ അവൻ അവരെയും നോക്കി അങ്ങനെ നിന്നു. ദേ, ഈ താക്കോല് കൊണ്ട് ആ അലമാരയൊന്ന് തുറന്നേ. എന്നിട്ട് അതിലൊരു പേഴ്സുണ്ട്, അതിങ്ങെടുത്തേ. പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവന് നേരെ ആ താക്കോൽ നീട്ടി. അവനത് കയ്യിൽ വാങ്ങി. പിന്നെ മുത്തശ്ശി പറഞ്ഞതുപോലെ അതിൽ നിന്നും പേഴ്സ് എടുത്ത് മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തു. അവരതിൽ നിന്നും ഒരു 500 രൂപയുടെ നോട്ടെടുത്ത് അവൻ്റെ നേരെ നീട്ടി. മോൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരുപാട് പൈസയുണ്ടെന്ന് മുത്തശ്ശിക്കറിയാം.
എങ്കിലും ഇവിടെ വരെ വന്ന് ഒന്നും കുടിക്കാതെ മോനെ പറഞ്ഞയക്കുമ്പോൾ എനിക്കൊരു സമാധാനവും ഉണ്ടാവില്ല. അതുകൊണ്ടാ മോനിത് വാങ്ങണം, എന്നിട്ട് പോകുമ്പോൾ എന്തേലും വാങ്ങി കുടിക്കണം. മുത്തശ്ശി പറഞ്ഞതും അവൻ്റെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. പണ്ടും ഇതുപോലെ തന്നെയായിരുന്നു. അവൻ അതെല്ലാം ആലോചിക്കുമ്പോൾ സന്തോഷമോ സങ്കടമോ ഒക്കെ തോന്നി. അവൻ മറുത്തൊന്നും പറയാതെ അത് കൈനീട്ടി വാങ്ങി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഏറെ വർഷങ്ങൾക്ക് ശേഷം മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും സ്നേഹത്തോടെ കിട്ടുന്ന പൈസ. പണ്ടും മിഠായി വാങ്ങിക്കോ എന്നും പറഞ്ഞു കൊടുക്കുന്ന ചില്ലറ പൈസ അവൻ മടിക്കാതെ വാങ്ങുമായിരുന്നു. അതിൽ മുത്തശ്ശിയുടെ സ്നേഹമുണ്ടെന്ന് അവൻ്റെ അമ്മയും അച്ഛനും അവന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതല്ലാതെ മറ്റൊന്നും അവനോ അമ്മയോ അച്ഛനോ ആഗ്രഹിച്ചിട്ടുമില്ല, വാങ്ങിയിട്ടുമില്ല. പെൻസിൽ നിന്നും പേഴ്സെടുത്ത് അവൻ ആ പൈസ അതിലൊരു ഭാഗത്തായി മാറ്റിവെച്ചു. കാരണം അത് വെറുമൊരു നോട്ടല്ലെന്ന് അവന് അറിയാമായിരുന്നു. ഇനി ഇത് ആ അലമാരയിലേക്ക് തന്നെ വെച്ച് പൂട്ടിക്കോ. പേഴ്സ് അവൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് മുത്തശ്ശി പറഞ്ഞതും അവൻ അതുപോലെ തന്നെ ചെയ്ത് താക്കോൽ തിരിച്ച് മുത്തശ്ശിയുടെ കയ്യിൽ തന്നെ കൊടുത്തു. അവരത് തലയിണയ്ക്കടിയിൽ തന്നെ വെച്ചതും അവനോട് പറഞ്ഞു, ഇനി ചെന്ന് വാതിൽ തുറന്നോ. പിന്നെ വാതിൽ തുറക്കുമ്പോൾ ചിലപ്പോൾ രണ്ടാളും ആ വാതിൽക്കൽ തന്നെ ഉണ്ടാകും. പേടിക്കേണ്ട, നമ്മൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി നിൽക്കുന്നതാവും. മുത്തശ്ശി പറഞ്ഞതും അവനൊരു ചിരിയോടെ തന്നെ പോയി വാതിൽ തുറന്നു. മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേരും വാതിൽക്കൽ തന്നെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് വാതിൽ തുറന്നതും അവരൊന്ന് ഞെട്ടി. പിന്നെ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. അകത്ത് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നവന് അറിയില്ല. ഇനി അറിഞ്ഞാലും അത് തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന് അവന് തോന്നി. ചായ എടുത്തു വെച്ചിട്ടുണ്ട്, അത് പറയാൻ വേണ്ടി കാത്തുനിന്നതായിരുന്നു. വാതിൽക്കൽ തന്നെ തങ്ങളെ കണ്ടതിൽ വല്ലായ്മയൊന്നും അവന് തോന്നാതിരിക്കാൻ വേണ്ടി ഒരു ചിരിയോടെ തന്നെ വല്യമ്മായി അവനോട് പറഞ്ഞു, ചായയൊന്നും വേണ്ട, ഞാൻ ഇറങ്ങുകയാണ്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാതെ അവൻ മുൻപോട്ട് നടന്നു. അതു കേട്ടതും അവരുടെ മുഖം വാടി. അങ്ങനെ പറയല്ലേ മോനെ, ദേ ചായയൊക്കെ മേശപ്പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ട്, ഇത്തിരിയെങ്കിലും കുടിച്ചിട്ട് പോകാമല്ലോ. അവർ പിന്നാലെ നടന്നു പറഞ്ഞതും അവനൊന്ന് നിന്നു. ഇപ്പോൾ ഒട്ടും നേരമില്ല, ചെന്നിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്, പിന്നെ ഒരിക്കലാവാം. താൻ കാരണം അവർക്കൊരു വല്ലായ്മ തോന്നേണ്ട എന്നു കരുതിയാണ് അവൻ അങ്ങനെ പറഞ്ഞത്. മോനിപ്പോഴും എന്തൊക്കെയോ മനസ്സിൽ കൊണ്ടു നടക്കുകയാണല്ലേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. അതെല്ലാം ഇനിയും മനസ്സിൽ കൊണ്ടു നടക്കുന്നത് ശരിയാണോ? മോൻ അതൊക്കെ മറന്നു കളയണം. അവരങ്ങനെ പറഞ്ഞതും അവൻ അവരെ ഒന്ന് നോക്കി. അങ്ങനെ എല്ലാം മറന്നു കളയാൻ പറ്റുമോ? ഇല്ല, ഒന്നും മറക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ മനസ്സിൽ ഓരോന്ന് കൊണ്ടു നടക്കുന്നത് ഞാനല്ല. പറഞ്ഞുകൊണ്ട് അവനൊന്ന് അവരെ തന്നെ നോക്കി. ചായ ഇപ്പോൾ കുടിക്കാൻ വേണ്ടെന്ന് പറഞ്ഞത് ശരിക്കും വേണ്ടാത്തതുകൊണ്ടാണ്. അവൻ പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി. ഭക്ഷണം കൊടുത്ത് അവനെ വശത്താക്കാൻ പറ്റില്ലെന്ന് അവർക്ക് മനസ്സിലായി. പിന്നെ ഗായത്രി മോള് വന്നിട്ടുണ്ട്. നീ കണ്ടിട്ടില്ലല്ലോ അവളെ? വന്നപ്പോൾ തൊട്ട് നിന്റെ കാര്യം പറയാനേ അവൾക്ക് നേരമുള്ളൂ. പണ്ടത്തെ പോലെയൊന്നുമല്ല, അവൾക്കിപ്പോൾ നിന്നെ വലിയ കാര്യമാണ്. ഇവിടെ വരെ വന്നിട്ടും നിന്നെ കാണാൻ പറ്റിയില്ലെന്ന് വെച്ചാൽ അവൾക്കത് വലിയ വിഷമാവും. ഞാൻ അവളെ വിളിക്കാം. പറഞ്ഞുകൊണ്ട് അവർ ഉമ്മറത്തേക്ക് തിരിച്ചു കയറാൻ പോയതും അവൻ അവരെ പിറകിൽ നിന്നും വിളിച്ചു. അപ്പോൾ പണ്ട് അവളൊക്കെ എന്നോട് എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടല്ലേ? അതുകൊണ്ട് വേണ്ട, വിളിച്ച് അവളെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട. എനിക്കും കാണണമെന്നില്ല. ഞാൻ ഇറങ്ങുക, എന്നാൽ ശരി. പറഞ്ഞുകൊണ്ട് അവൻ വണ്ടി സ്റ്റാർട്ടാക്കി. അവൻ്റെ ഒരു ജാട. പണ്ട് എങ്ങനെ നടന്ന ചെക്കനാ, ഇപ്പോൾ എന്തോ ചെയ്ത് കുറച്ച് പൈസയുണ്ടാക്കിയെന്ന് വെച്ച് ഇങ്ങനെ അഹങ്കരിക്കാൻ പാടുണ്ടോ? അവന് എൻ്റെ മോളെ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, അത്ര തന്നെ. അവൻ ആരാ എന്ന അവൻ്റെ വിചാരം. അവനങ്ങ് പോയതും ചെറിയമ്മായിയുടെ തനി സ്വഭാവം പുറത്തു വന്നു. കിട്ടാത്ത മുന്തിരി പുളിക്കും. ചെറിയമ്മായി പറഞ്ഞതു കേട്ട് വല്യമ്മായി ഒരു ചിരിയോടെ തന്നെ പറഞ്ഞു. അതിലൊരു പുച്ഛം കലർന്നിരുന്നോ എന്നതിൽ സംശയമില്ല. ഏട്ടത്തി നോക്കിക്കോ, ഇന്ന് എൻ്റെ മോളെ കാണാൻ കൂടി കൂട്ടാക്കാതെ പോയ അവൻ നാളെ ഒരു ദിവസം എൻ്റെ മോളെ അവന് കൊടുക്കുമെന്നും ചോദിച്ച് എൻ്റെ മുൻപിൽ തന്നെ വന്നു നിന്ന് കരയും. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അവരൊരു ഗൂഢചിരിയോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. അവർക്ക് പിന്നാലെ നടന്നത് തന്നെ എന്ന ഭാവത്തിൽ വല്യമ്മായിയും. മുത്തശ്ശിയോട് പറഞ്ഞ് അവനെക്കൊണ്ട് സമ്മതിപ്പിക്കാം എന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ആ ഭാഗം പാടെ മറന്നു കളഞ്ഞു. അവർ നേരെ ചെന്നത് ഗായത്രിയുടെ മുറിയിലേക്കാണ്. മുറിയുടെ വാതിൽ അടഞ്ഞു കിടപ്പാണ്. അവരാ വാതിൽ തുറന്ന് അകത്തേക്ക് കയറാൻ നോക്കിയതും അത് അകത്തുനിന്നും അടച്ചിട്ടിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. ഇവൾക്കിത് എന്തിൻ്റെ കേടാ? വാതിലും അടച്ച് ആ ചെറുക്കനോട് കൊഞ്ചുന്ന തിരക്കായിരിക്കും. പിറുപിറുത്തുകൊണ്ട് അവരാ വാതിലിൽ 2 തട്ട് തട്ടി.
അകത്ത് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നവൾ വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കി. എടാ, ഞാൻ വിളിക്കാം, ആരോ വന്നിരിക്കുന്നു പറഞ്ഞുകൊണ്ട് അവൾ കോൾ കട്ട് ചെയ്തു. ശേഷം ചെന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നതും പ്രതീക്ഷിച്ചതുപോലെ തന്നെ അമ്മയാണ്. എന്താ അമ്മേ? അവൾ വലിയ താല്പര്യമില്ലാതെ ചോദിച്ചു. നീ എന്തെടുക്കുമായിരുന്നു വാതിലും അടച്ച്? അമ്മ ചോദിച്ചു. എന്തു ചെയ്യാൻ, ഫോൺ വിളിക്കുന്നു. അവൾ പറഞ്ഞതും അവരുടെ മുഖം മാറി. ആരാ, ആ ചെക്കനാണോ? അവർ ചോദിച്ചു. അതെ, ആ ചെക്കൻ തന്നെ. എന്തേ, അമ്മയ്ക്ക് വല്ല നഷ്ടവുമുണ്ടോ? അവൾ എടുത്തടിച്ചതുപോലെ തന്നെ ചോദിച്ചു. കുറച്ചു ദിവസമായി ജിതിൻ്റെ കാര്യവും പറഞ്ഞ് അവളുടെ പിറകെ തന്നെയാണ്. അതിൽ പിന്നെ അവൾ അവരോട് അത്ര വലിയ താല്പര്യം കാണിക്കാറില്ല. ഗായു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആ ചെക്കനെ അങ്ങ് മറന്നു കളഞ്ഞേക്കാൻ. പിന്നെന്താ, ഇപ്പോ ആണേൽ ആ ജിതിൻ വന്നു പോവുകയും ചെയ്തു. നീ കൂടി താഴെ ഉണ്ടായിരുന്നേൽ ഒന്ന് പരിചയപ്പെടാമായിരുന്നു. പിന്നെ മെല്ലെ മെല്ലെ അവനെ ഇങ്ങ് വളച്ചെടുത്താൽ മതിയായിരുന്നു. അവരൊരു കുരുട്ടുബുദ്ധിയോടെ അവളോട് പറഞ്ഞതും അവളുടെ മുഖം മാറി. അമ്മ തന്നെയല്ലേ അന്ന് എന്നോട് അഭിലാഷിനെ എങ്ങനെയെങ്കിലും സ്നേഹിച്ച് വശത്താക്കാൻ പറഞ്ഞേ? എന്നിട്ട് ഇപ്പോൾ അതിനേക്കാളും പൈസയുള്ള ഒരുത്തനെ കിട്ടിയപ്പോൾ അവനെ സ്നേഹിക്കാനോ? അങ്ങനെയാണെങ്കിൽ ഇനി ഇതിനേക്കാളും പൈസയുള്ള വേറൊരുത്തനെ കിട്ടിയാൽ അമ്മ ഇയാളെ കളഞ്ഞ് അയാളെ സ്നേഹിക്കാൻ പറയുമല്ലോ. എങ്ങനെ പറ്റുന്നു അമ്മേ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? അമ്മ ഇത്രയ്ക്കും തരം താഴ്ന്നു പോകരുത്. ഛേ, അവൾ പറഞ്ഞത് മുഖത്ത് അടി കിട്ടിയതുപോലെ അവർ വിളറിപ്പോയി. നീ എന്താ പറഞ്ഞേ? മതി അമ്മേ, അമ്മ ഇനിയൊന്നും പറയണ്ട. ശരിയാ, അമ്മ പറഞ്ഞിട്ട് തന്നെയാ ഞാൻ അഭിലാഷിനോട് അടുക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു പണത്തേക്കാളും വലുത് സ്നേഹമാണെന്ന്. മറ്റൊന്നിനും വേണ്ടി അഭിലാഷിനെ മറക്കാനോ ചതിക്കാനോ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് അമ്മ ഇനിയും ഇത് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത്. വേറെയൊന്നും പറയാനില്ലെങ്കിൽ അമ്മയ്ക്ക് പോകാം. അവൾ പറഞ്ഞതും അവർ ദേഷ്യത്തോടെ അവളെ നോക്കി വെട്ടിത്തിരിഞ്ഞുകൊണ്ട് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. അവരങ്ങ് പോയതും അവൾ വാതിലടച്ചു വന്ന് വീണ്ടും അഭിലാഷ് എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്തു. തറവാട്ടിൽ നിന്നും ഇറങ്ങി അവൻ നേരെ പോകുന്നത് അവൻ്റെ ഒരു സുഹൃത്തിനെ കാണാനാണ്. കുറച്ച് മുൻപോട്ട് പോയതും അവൻ്റെ ഫോൺ റിങ് ചെയ്തു. എടുത്തു നോക്കിയതും അഭിഷേകാണ്. എടാ പറയ്, ഞാനിതാ മുത്തശ്ശിയുടെ അടുത്തു നിന്നും ഇറങ്ങിയതേയുള്ളൂ. ഒരു 10 മിനിറ്റ്, ജിതിൻ പറഞ്ഞു. എടാ, അത് അച്ഛന് പെട്ടെന്ന് വയ്യാതെയായി. ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. നമുക്ക് പിന്നെ ഒരു ദിവസം കണ്ടാൽ മതിയോ? അഭിഷേക് ചോദിച്ചു. അത് കുഴപ്പമില്ലടാ. എന്നിട്ട് അച്ഛന് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ വരണോ? ജിതിൻ ചോദിച്ചു. കുഴപ്പമില്ലടാ, ഒന്ന് വീണതാ, കാലിൻ്റെ എല്ല് പൊട്ടി. എന്നാ ശരി, ഞാൻ നിന്നെ വിളിക്കാം. എന്നെ കാണാതെ പോയേക്കരുത്, അവൻ പറഞ്ഞു. ഇല്ല, ഞാൻ നിന്നെ കണ്ടിട്ടേ പോകൂ. നീ വിളിച്ചാൽ മതി. എന്തേലും ആവശ്യമുണ്ടേൽ നീ വിളിക്ക്. ജിതിൻ പറഞ്ഞതും അവൻ ശരിയെന്നും പറഞ്ഞ് ഫോൺ വെച്ചു. അവനൊന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് കുറച്ചു സമയം വണ്ടിയിൽ തന്നെ ഇരുന്നു. പിന്നെ വണ്ടിയെടുക്കാൻ പോകുമ്പോഴാണ് പിറകിൽ നിന്നും ആ വിളി കേട്ടത്. അല്ല, ആരിത്? ജിതിൻ മോനോ? തൊട്ടടുത്തു നിന്നും ആരോ വിളിച്ചു ചോദിച്ചതും അവനൊന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി. റോഡിനോട് ചേർന്നുള്ള വേലിക്കൽ നിൽക്കുന്നവരെ കണ്ട് അവനൊന്ന് ചിരിച്ചു. ആരതിയുടെ അമ്മ. അവൻ വേഗം വണ്ടിയിൽ നിന്നിറങ്ങി അവിടേക്ക് നടന്നു. ഞാൻ കണ്ടിരുന്നു വണ്ടി നിർത്തി സംസാരിക്കുന്നേ. പെട്ടെന്ന് മനസ്സിലായില്ല. മോനാണെന്ന് വിചാരിക്കുന്നില്ലല്ലോ. പിന്നെയാ മനസ്സിലായത്. എപ്പോ വന്നു? അവർ സ്നേഹത്തോടെ തന്നെ ചോദിച്ചു. 2 ദിവസമായി. ഞാൻ മുത്തശ്ശിയെ കാണാൻ വേണ്ടി പോയതായിരുന്നു. അവനും നേർത്തൊരു ചിരിയുടെ കൂട്ടോടെയാണ് അത് പറഞ്ഞത്. ആണോ? എന്നിട്ട് എന്തു പറഞ്ഞു? മുത്തശ്ശിക്ക് സന്തോഷായി കാണും. അവരൊരു പാവാണ്. പക്ഷേ അവിടെ ഉള്ളവരൊക്കെ അങ്ങനെയല്ല. മോനോട് നല്ലോണം തന്നെ ആയിരുന്നില്ലേ? ചോദിക്കുമ്പോൾ തന്നെക്കുറിച്ചുള്ളൊരു കരുതൽ അവരുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ അവന് തോന്നി. പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു. അവര് മാത്രമല്ല, ആരതിയും. തന്നോട് അലിവും സ്നേഹവും കാണിച്ചവരുടെ കൂട്ടത്തിൽ അവരും ഉൾപ്പെടും. ഇപ്പൊ സ്നേഹം കുറച്ച് കൂടിയെങ്കിലേ ഉള്ളൂ. കാരണം എൻ്റെ കയ്യിലിപ്പോൾ പണമുണ്ടല്ലോ. ഒന്നുമില്ലാതിരുന്നൊരു ജിതിനുണ്ടായിരുന്നു. അവനെ അവർക്കൊന്നും വേണ്ടായിരുന്നു. അവനൊരു ചിരിയോടെ തന്നെ പറഞ്ഞു. ആ ചിരിയുടെ പിന്നിലെ സന്തോഷവും നോവും അവർക്ക് വ്യക്തമായി മനസ്സിലായിരുന്നു. മോൻ അകത്തേക്ക് വാ, കാപ്പി കുടിച്ചിട്ട് പോകാം. അല്ല, ഇവിടുന്ന് കുടിക്കുന്നതിന് മോന് കുഴപ്പമൊന്നുമില്ലല്ലോ? ആദ്യം ഉത്സാഹത്തോടെ ചോദിച്ച അവരുടെ ശബ്ദം പിന്നീട് നേർത്തു പോയിരുന്നു. അതെന്താ അമ്മേ അങ്ങനെ പറഞ്ഞേ? ഇവിടുന്ന് ഞാൻ പണ്ടും കുടിച്ചിട്ടില്ലേ, ഗോപിയേട്ടൻ ഉള്ളപ്പോൾ? ഇപ്പോഴും മനസ്സുകൊണ്ട് ആ ജിതിൻ തന്നെയാ ഞാൻ. അമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തായാലും കുടിച്ചിട്ടേ പോകുന്നുള്ളൂ. പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കൂടെ ഉമ്മറത്തേക്ക് നടന്നു. ഗോപി എന്ന ഗോപിനാഥ് ആരതിയുടെ അച്ഛനാണ്. അവൻ്റെ അച്ഛൻ്റെ സുഹൃത്തു കൂടിയായിരുന്നു.
ഗോപിയേട്ടൻ പോയത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അറിഞ്ഞിരുന്നേൽ വന്നേനെ. അയാൾ മരിച്ചപ്പോൾ വരാൻ പറ്റാതിരുന്ന കുറ്റബോധത്തോടെ തന്നെ അവൻ പറഞ്ഞു. അതൊന്നും സാരില്ല കുട്ടിയെ, നിന്നെ ഒന്ന് കണ്ടല്ലോ. ഇങ്ങനെ എല്ലാവരുടെ മുൻപിലും ജയിച്ചു വന്നു നിൽക്കുന്നത് കാണുമ്പോൾ സന്തോഷായി. തോറ്റു കൊടുത്തില്ലാലോ എവിടെയും. മരിക്കുന്നത് വരെ നിന്നെക്കുറിച്ച് ഗോപിയേട്ടൻ എപ്പോഴും പറയുമായിരുന്നു, എവിടെ ആയിരുന്നാലും നന്നായിരുന്നാൽ മതിയായിരുന്നെന്ന്. ഇപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി കാണും. അവർ നിറഞ്ഞ കണ്ണുകൾ ഉടുത്തിരുന്ന കോട്ടൺ സാരിയുടെ തലപ്പ് കൊണ്ടൊപ്പി. ആരതി, അവൾക്ക് സുഖം തന്നെയല്ലേ? വരാറുണ്ടോ? എന്താ അവളുടെ വിശേഷം? ഉമ്മറത്ത് കയറിയിരിക്കുമ്പോൾ അവൻ ചോദിച്ചു. ചോദിക്കുമ്പോൾ എന്തിനെന്നറിയാതെ ഒരു വിങ്ങൽ അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു വന്നിരുന്നു. അവൻ ചോദിച്ചതു കേട്ട് അവരൊരു ഞെട്ടലോടെ അവനെ നോക്കി. അവൾക്കെന്താ? അവൾക്ക് സുഖാണ്, പരമസുഖം. മോനിരിക്കി, ഞാൻ കാപ്പിയെടുക്കാം. അവർ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. അവൻ അവിടെയിരുന്ന് മുറ്റത്തേക്കൊന്ന് നോക്കി. മുറ്റം നിറയെ ഇപ്പോഴും ചെടികളും പൂക്കളും തന്നെയാണ്. എങ്കിലും പണ്ടത്തെ അത്രത്തോളമില്ല. വീടിനും നല്ല മാറ്റമുണ്ട്. പണ്ടത്തെ ആ തെളിച്ചമോ ഉന്മേഷമോ ഇല്ലാത്തതുപോലെ. ചിലപ്പോൾ അന്ന് ഗോപിയേട്ടൻ ഉണ്ടായിരുന്നു, എപ്പോഴും കലപില സംസാരിച്ചുകൊണ്ട് ആരതിയും. ഇപ്പോൾ ഗോപിയേട്ടനില്ല. ആരതിയാണെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലും. ഒരു സ്ത്രീ മാത്രമുള്ള വീട്ടിൽ ഇത്രയൊക്കെ ഉന്മേഷമേ ഉണ്ടാവുകയുള്ളൂ അവന് തോന്നി. അവൻ പതിയെ മുറ്റത്തേക്കിറങ്ങി ആ ചെടികൾക്കിടയിലൂടെ അങ്ങനെ നടന്നു. പണ്ടത്തെ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്തിയതും അവൻ്റെ നെഞ്ചൊന്ന് പിടച്ചു. അതൊന്നും ഓർത്ത് ഇനിയും വേദനിക്കാൻ വയ്യാത്തതുപോലെ അവൻ കണ്ണുകൾ ഇറുക്കെ അടച്ചു കളഞ്ഞു. മോനെ, കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്, വാ. കുറച്ചു കഴിഞ്ഞതും ആരതിയുടെ അമ്മ വന്ന് വിളിക്കുന്നത് കേട്ട് അവനൊന്ന് തിരിഞ്ഞു നോക്കി. അവനെയും നോക്കി ഉമ്മറത്ത് നിൽക്കുകയാണ് അവർ. അവനൊന്ന് ചിരിച്ചുകൊണ്ട് മുറ്റത്തു നിന്നും ഉമ്മറത്തേക്ക് കയറി. കാപ്പിക്ക് പ്രത്യേകിച്ച് പലഹാരം ഒന്നുമില്ലാട്ടോ, മിക്സ്ചറും ബിസ്ക്കറ്റും മാത്രമേ ഉള്ളൂ. പണ്ട് എങ്ങനെയൊക്കെ ആയിരുന്നെന്ന് പറഞ്ഞാലും ഇപ്പോൾ ബിസിനസ്സും മറ്റുമായി വലിയ രീതിയിലാണ്. അതുകൊണ്ടാകും അവർക്കൊരു വല്ലായ്മ തോന്നിയത്. ഓ, അതിനെന്താ അമ്മേ, അത് തന്നെ ധാരാളം. ഇവിടുന്ന് പച്ചവെള്ളം തന്നാലും ഞാൻ കുടിക്കും. അവനൊരു ചിരിയോടെ തന്നെ പറഞ്ഞു. ആരതി, അവൾ വിളിക്കുമ്പോൾ ഞാൻ അന്വേഷിച്ചെന്ന് പറയണം. ഹാളിലിരുന്ന് കാപ്പി കുടിക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു. അവരൊന്ന് തലയാട്ടി. എന്തു പറ്റി അമ്മേ? അവൾക്ക് അവിടെ സുഖം തന്നെയല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. അവളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അമ്മയ്ക്കെന്തോ സങ്കടമുള്ളതുപോലെ. എന്തു പറ്റി അമ്മേ? എന്തേലും പ്രശ്നമുണ്ടോ? അവരുടെ മുഖത്തു നിന്നും എന്തോ ഒരു പന്തികേട് ഉള്ളതുപോലെ അവന് തോന്നി. എന്തോ ഒരു വേദന അവർക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ. അവൻ ചോദിച്ചത് കേട്ട് അവരൊന്ന് നീട്ടി ശ്വാസം എടുത്തു. പിന്നെ പതിയെ പറഞ്ഞു. ആരതി ഇവിടെ ഉണ്ട് മോനെ, മോന് കാണണോ? അവർ ചോദിച്ചു. അതു കേട്ട് അവന് അത്ഭുതം തോന്നി. ആരതി ഇവിടെ ഉണ്ടെന്നോ? എന്നിട്ടും ഇത്ര നേരമായിട്ടും അവളെന്താ പുറത്തേക്ക് വരാതിരുന്നേ? ഇനി അവൾക്ക് തന്നോട് ദേഷ്യമാണോ? അതുകൊണ്ടാകുമോ താൻ വന്നെന്നറിഞ്ഞിട്ടും അവളൊന്ന് ഇങ്ങോട്ട് വന്നുപോലും നോക്കാത്തത്? അവൻ്റെ മനസ്സിൽ 1000 സംശയങ്ങൾ ഉയർന്നു വന്നു. ഇവിടെയുണ്ടോ? എന്നിട്ടെന്താ പുറത്തേക്ക് കാണാത്തെ? ഞാൻ വന്നത് അറിഞ്ഞില്ലേ? അതോ ഉറങ്ങാണോ? അവൻ അത്ഭുതവും സംശയവും നിറഞ്ഞ ഭാവത്തോടെ അവരോട് ചോദിച്ചു. അവളിപ്പോൾ ഇങ്ങനെയാ മോനെ. ആര് വന്നാലും പോയാലും ഒന്നും അവൾ അറിയില്ല. എങ്ങോ നോക്കി ഒരു മൂലയ്ക്ക് അവളിങ്ങനെ ഇരിക്കും. ഒന്ന് കരയാറ് പോലുമില്ല എൻ്റെ കുട്ടി. പറയുമ്പോൾ അവളുടെ അമ്മ കരഞ്ഞു പോയിരുന്നു. അവർ പറയുന്നത് കേട്ട് അവനൊന്ന് ഞെട്ടി. എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? അവനൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അമ്മേ. എന്താ സംഭവിച്ചേ? അവൾക്കെന്താ? ചോദിച്ചുകൊണ്ട് അവൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. എനിക്കും അറിയില്ല മോനെ, എൻ്റെ മോൾക്ക് എന്താ ശരിക്കും സംഭവിച്ചതെന്ന്. ഈ കല്യാണാലോചന വന്നപ്പോഴേ അവൾ ഇത് വേണ്ടെന്ന് പറഞ്ഞതാ. ഇതെന്നല്ല, ഇപ്പോൾ ഒരു കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞു നടന്നതാ. നല്ല ആലോചനയാണെന്ന അന്ന് ഞങ്ങൾ കരുതിയത്. നല്ല വീടും വീട്ടുകാരും ചുറ്റുപാടും. പയ്യനും വളരെ നല്ലതായിരുന്നു. അല്ല, അവരെല്ലാം അന്ന് അങ്ങനെ അഭിനയിച്ചു. ഗോപിയേട്ടന് അന്ന് എന്തെങ്കിലും വയ്യായ്ക തോന്നിക്കാണണം. അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ. അതുകൊണ്ടായിരിക്കും നല്ലൊരു ആലോചന വന്നപ്പോൾ അവളുടെ കല്യാണം പെട്ടെന്ന് തന്നെ നടത്തിയത്. ആദ്യം കല്യാണം വേണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പിന്നെ അവൾ നല്ല സന്തോഷത്തിലായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ മുൻപിൽ ഞങ്ങളുടെ കുട്ടി അങ്ങനെ അഭിനയിച്ചു. അവനും അവൻ്റെ വീട്ടുകാരും അവളെ ഒത്തിരി ദ്രോഹിച്ചു. പുറമേന്ന് നോക്കിയാൽ അവർക്കൊന്നും ഒരു കുറ്റവും പറയാനില്ല. നാട്ടുകാർക്കെല്ലാം വളരെ നല്ല അഭിപ്രായം. പക്ഷേ മനുഷ്യനല്ലേ മോനെ, അവരുടെ ഉള്ള് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ.
സമ്പത്തും സ്വത്തും ഒന്നും കണ്ട് എൻ്റെ കുട്ടിയെ കൊടുത്തതല്ല. അവൻ ഡോക്ടറായതിൽ പിന്നെയാ അവർ ഇതുപോലെയൊക്കെ ആയത്. ഞങ്ങളെപ്പോലെ തന്നെ സാധാരണക്കാരാണ്. അത്രയും നന്നായി തന്നെ അന്വേഷിച്ചതാണ്. ആർക്കും ഒരു കുറ്റവും പറയാനുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ കുട്ടിയുടെ ഗതി ഇങ്ങനെ ആയിപ്പോയി. അവളെ ശാരീരികമായും മാനസികമായും ഒത്തിരി ഉപദ്രവിച്ചു. അവൾ ഞങ്ങളോട് ഒന്നും പറഞ്ഞില്ല. ആരോടോ ഉള്ള വാശി പോലെ എല്ലാം ഒറ്റയ്ക്ക് സഹിച്ചു. അവളുടെ കല്യാണം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അവളുടെ അച്ഛനും പോയി. ഗോപിയേട്ടൻ മരിച്ച് 41 കഴിഞ്ഞിട്ടാണ് അവൾ അവൻ്റെ വീട്ടിലേക്ക് പോയത്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അവൾക്ക് അന്ന് അവൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്തോ ഒരു പേടി ഉണ്ടായിരുന്നത് പോലെ. ഇപ്പോഴാണ് അതെന്തുകൊണ്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലായത്. അവൾ പോയി 2ാമത്തെ ദിവസം രാവിലെ ഞാൻ വന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ ഇവിടെ ഈ ഉമ്മറത്ത് വെറും നിലത്ത് തണുത്തു വിറച്ച് കിടക്കുന്നുണ്ടായിരുന്നു എൻ്റെ മോള്. ഞാൻ ചെന്നു നോക്കിയപ്പോൾ പൊള്ളുന്ന പനി. അവൾ എപ്പോൾ വന്നു, എങ്ങനെ വന്നു എന്നൊന്നും എനിക്കറിയില്ല. ആരെയൊക്കെയോ വിളിച്ചു കൂട്ടി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പനി കുറഞ്ഞു. പക്ഷേ എൻ്റെ മോള് അതിനുശേഷം ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല. പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് അവളെ അവർ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാ. അതിൻ്റെ പാടുകളൊക്കെ അവളുടെ ശരീരത്തിൽ ഉണ്ടെന്ന്. അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ ഇവളൊന്ന് വാ തുറക്കണ്ടേ, എന്തെങ്കിലും ഒന്ന് പറയണ്ടേ. കേസൊക്കെ കൊടുത്തു. പക്ഷേ എൻ്റെ മോൾക്ക് ഭ്രാന്താണെന്നും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവർ കേസ് തീർത്തു. പൈസ കൊടുത്ത് ഒതുക്കിയതാണെന്നാ പറയുന്നേ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോനെ, ഞാൻ ഒറ്റയ്ക്ക്. അവസാനം ഇങ്ങനെ ഒരു ഭ്രാന്തിയെ അവർക്ക് വേണ്ടെന്നും പറഞ്ഞ് ബന്ധവും പിരിഞ്ഞു. എൻ്റെ കുഞ്ഞ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നിനക്ക് അറിയുന്നതല്ലേ മോനെ. ഇപ്പോൾ അവൾ ഇവിടെ ഇങ്ങനെ ആളും വെളിച്ചവും കാണാതെ കിടക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. എനിക്ക് അറിയില്ല മോനെ എന്താ ചെയ്യേണ്ടതെന്ന്. ഒരുവിധം എല്ലാ ആശുപത്രിയിലും അവളെ കാണിച്ചു. പക്ഷേ ഒരു മാറ്റവുമില്ല. അല്ലേലും അവൾക്കൊന്നും അറിയേണ്ടല്ലോ. ഒന്നും പറയുകയും കരയുകയും ചെയ്യാതെ ഒരേ ഇരിപ്പ് ഇരുന്നാൽ മതിയല്ലോ. എല്ലാം കണ്ട് നെഞ്ചു പൊട്ടുന്നത് എൻ്റെ അല്ലേ. അവർ പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിൽ ഒരു വാളുപോലെ വന്ന് തൻ്റെ ഹൃദയത്തെയാണ് കീറി മുറിക്കുന്നതെന്ന് അവന് തോന്നി. ഒരു നിമിഷം അവന് എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അവനാകെ തളർന്നു പോകുന്നത് പോലെ, തകർന്നു പോകുന്നത് പോലെ. താൻ എന്നെ മറക്കണമെന്നും എന്നിട്ട് തൻ്റെ വീട്ടുകാർ ഉറപ്പിച്ച ആളെ വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കണമെന്നും പറഞ്ഞ് അവളെ തിരിച്ചയച്ച ആ നിമിഷത്തെ അവൻ സ്വയം പഴിച്ചു. അവളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, ഇഷ്ടവും സ്നേഹവും ഒക്കെ കുറച്ച് കൂടുതൽ ഉള്ളതുകൊണ്ടായിരുന്നു അന്ന് അങ്ങനെ പറഞ്ഞതും ചെയ്തതും. തൻ്റെ കൂടെ കൂടി അവൾ ഒരിക്കലും കഷ്ടപ്പെടരുത് എന്ന് കരുതി. അവളുടെ വീട്ടുകാർ കണ്ടുപിടിച്ച് തീരുമാനിച്ച ആളുടെ കൂടെ കഷ്ടപ്പാട് അറിയാതെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് കരുതി. പക്ഷേ അതായിരുന്നു തനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. തൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ ഇത്തിരി കഷ്ടപ്പെട്ടാലും അവൾ സന്തോഷത്തോടെ ഇരുന്നേനെ, വേദനിക്കാതെ ഇരുന്നേനെ, ആരോഗ്യത്തോടെ ഇരുന്നേനെ. അന്ന് തന്നെ നോക്കി കണ്ണു നിറച്ചു പോയവളുടെ മുഖം അവൻ്റെ കൺമുൻപിൽ അങ്ങനെ തെളിഞ്ഞു വന്നു. അവന് വല്ലാത്ത വെപ്രാളം തോന്നി. ഹൃദയം വല്ലാതെ വേദനിക്കുന്നത് പോലെ. മോന് കാണണ്ടേ അവളെ? അമ്മ അവനോട് ചോദിച്ചതും അവനൊന്ന് ഞെട്ടി. മോൻ്റെ പണ്ടത്തെ കൂട്ടുകാരിയല്ലേ അവള്? പണ്ടൊക്കെ അവൾക്ക് എന്ത് ഇഷ്ടമായിരുന്നു നിന്നെ. അന്ന് അവന് അവളെ കെട്ടിച്ചു കൊടുക്കുന്നതിന് പകരം നിനക്ക് തന്നിരുന്നെങ്കിൽ ഇന്നെൻ്റെ മോള് എത്ര സന്തോഷത്തോടെ ഇരുന്നേനെ. ഇങ്ങനെ വെട്ടവും വെളിച്ചവും കാണാതെ, ആരെയും തിരിച്ചറിയാതെ, ഒരു ഭ്രാന്തിയെപ്പോലെ. ബാക്കി പറയാതെ അവർ വീണ്ടും കരഞ്ഞു. അവൾക്കും അവനും തമ്മിലുണ്ടായിരുന്ന ഇഷ്ടമൊന്നും അവർക്കറിയില്ലായിരുന്നു. അതറിയാതെ തന്നെയാണ് അവരത് പറഞ്ഞതും. അവർ പറയുന്നത് കേട്ട് അവനാകെ വല്ലാതെയായി. അമ്മ കരയല്ലേ, എല്ലാം ശരിയാകും. അവൾ പണ്ടത്തേതുപോലെ മിടുക്കിയാകും. അവൻ ആശ്വസിപ്പിക്കുവാൻ എന്നതുപോലെ അവരുടെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ മുറിയിലാണ് അവൾ. പറഞ്ഞുകൊണ്ട് അവനെയും കൂട്ടി ഹാളിലെ ആദ്യം കാണുന്ന മുറിയിലേക്ക് അവർ നടന്നു. വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. അവരാ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയെങ്കിലും അവൻ അകത്തേക്ക് കയറാതെ ആ വാതിൽക്കൽ തന്നെ നിന്നു. പേടിക്കണ്ട മോനെ, അവളൊന്നും ചെയ്യില്ല. അതോ എല്ലാവരെയും പോലെ മോനും പേടിയാണോ എൻ്റെ കുട്ടിയെ? അവർ ചോദിച്ചതും അവനൊന്നും പറയാതെ അല്ലെന്ന് തലയാട്ടി. തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന പേടിയല്ല, അവളെ അങ്ങനെ കാണാനുള്ള പ്രയാസമാണ്. അതിനൊരു പരിധിവരെ താനും കാരണമാണല്ലോ എന്ന കുറ്റബോധമാണ് തന്നെ ഇവിടെ ഇങ്ങനെ നിർത്തുന്നത് എന്ന് പറയാൻ കഴിയാതെ അവൻ നിന്നു. അവൻ അകത്തേക്കൊന്ന് നോക്കി. മുറിയിലാകെ ഇരുട്ടാണ്. നേർത്തൊരു വെളിച്ചം മാത്രമാണ് അവിടെയുള്ളത്. ആ വെളിച്ചത്തിൽ ഒരു കട്ടിൽ മാത്രം അവൻ കണ്ടു. ഒരു കട്ടിൽ മാത്രമേയുള്ളൂ ആ മുറിയിൽ.
ഇരുണ്ട നീല നിറത്തിലുള്ള കർട്ടനിട്ട് ജനലിലൂടെ വരുന്ന വെളിച്ചം പോലും മറച്ചിരിക്കുന്നു. അവൻ ആ മുറിയിലൂടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ഇല്ല, എവിടെയും അവളെ കാണുന്നില്ല. അവൾക്ക് വെളിച്ചം ഇഷ്ടമല്ല. ആദ്യമൊക്കെ വെളിച്ചം കണ്ട് കണ്ട് ശീലമാകുമെന്ന് കരുതി ഞാൻ ലൈറ്റ് ഇടുമായിരുന്നു. പക്ഷേ ലൈറ്റ് ഓണാക്കിയാൽ അവൾക്ക് അപ്പോൾ പേടിയാ. 2-3 പ്രാവശ്യം വല്ലാതെ വയലൻ്റായി. അതിനുശേഷം മുറിയിലേക്ക് വരുമ്പോൾ ഞാൻ ലൈറ്റ് ഇടാറില്ല. കർട്ടൻ മാത്രം പതിയെ ഒന്ന് നീക്കി വെക്കും. പറഞ്ഞുകൊണ്ട് അവർ ചെന്ന് കർട്ടൻ കുറച്ചൊന്ന് നീക്കി. ഇപ്പോൾ വളരെ നേർത്തൊരു വെളിച്ചം മുറിയിലേക്ക് വരുന്നുണ്ട്. അവൻ അവരെ തന്നെ ഒന്ന് നോക്കി. അപ്പോൾ രാത്രി എന്തു ചെയ്യും? അവൻ അറിയാതെ തന്നെ ചോദിച്ചു പോയി. രാത്രി ഹാളിൽ ലൈറ്റിടും. എന്നിട്ട് ഈ വാതില് പകുതി മാത്രം തുറന്നു വെക്കും. അപ്പോൾ ചെറിയൊരു വെളിച്ചം അകത്തേക്ക് വരും. രാത്രി കട്ടിലിൽ കിടത്തിയാലും രാവിലെ ആകുമ്പോഴേക്കും ഇങ്ങനെ ഇതുപോലെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരിക്കും. ഞാൻ പിന്നെ അവിടെയും ഇവിടെയുമായി ഈ മുറിയിൽ തന്നെ എവിടെയെങ്കിലും ചുരുണ്ടുകൂടും. അവർ പറഞ്ഞത് കേട്ടതും അവന് അവരോട് വല്ലാത്ത അലിവ് തോന്നി, സങ്കടം തോന്നി. അവളെവിടെ? അവൻ ചുറ്റുമൊന്ന് നോക്കി അവളെ കാണാതെ അവരോട് ചോദിച്ചു. ദേ അവിടെ ആ കട്ടിലിന് പിറകിൽ. അവരാ കട്ടിലിന്റെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി. അവൻ അവിടേക്കൊന്ന് നോക്കി. കട്ടിലിന് പിറകിൽ ആരോ ഒരാൾ ഇരിക്കുന്നത് പോലെ, നേർത്തൊരു രൂപം പോലെ മാത്രമേ കാണുന്നുള്ളൂ. അവൻ പതിയെ അവിടേക്ക് നടന്നു. നടക്കുമ്പോൾ അവന്റെ കാലുകൾ വിറച്ചിരുന്നു. കട്ടിലിന് അരികിൽ എത്തിയതും കണ്ടു കട്ടിലിന്റെ കാൽക്കീഴിൽ കാൽമുട്ടിനുമേൽ മുഖം ചേർത്ത് വെച്ച് കൂനിക്കൂടിയിരിക്കുന്നവളെ. അവളുടെ നീണ്ട മുടിയാകെ അഴിഞ്ഞു വീണ് ആ മുഖം മറച്ചിരിക്കുന്നു. അവൻ പതിയെ അവളുടെ തോളിൽ കൈവച്ചു. തോളിൽ ആരോ തൊട്ടതുപോലെ തോന്നിയതും അവൾ പതിയെ മുഖമുയർത്തി നോക്കി. എപ്പോഴത്തെയും പോലെ അമ്മയാകുമെന്നാണ് അവൾ കരുതിയത്. എന്നാൽ അമ്മ അല്ലെന്ന് മനസ്സിലായതും അവളൊന്ന് ഞെട്ടി. അവൻ പതിയെ അവളുടെ തോളിൽ നിന്നും കൈയെടുത്ത് മാറ്റിയതും തനിക്ക് മുൻപിലിരിക്കുന്ന അവനെ അവളൊന്ന് സൂക്ഷിച്ചു നോക്കി. അവന്റെ മുഖത്ത് ആകെ അവളുടെ കണ്ണുകൾ അലഞ്ഞു നടന്നു. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു. കരുവാളിച്ച മുഖം, എണ്ണമയമുള്ള മുടിയാണെങ്കിലും അതാകെ അഴിച്ചിട്ട് ഉലഞ്ഞു കിടക്കുന്നു. കറുപ്പ് നിറഞ്ഞ കൺതടത്തിനുള്ളിൽ 2 കുഞ്ഞിക്കണ്ണുകൾ. ആ കണ്ണുകളിലേക്ക് തന്നെ അവൻ സൂക്ഷിച്ചു നോക്കി. അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ ഇമ വെട്ടുന്നതും എവിടെയോ ഒരു കുഞ്ഞു തിളക്കം രൂപം കൊള്ളുന്നതും അവൻ വ്യക്തമായി കണ്ടു. അവന്റെ നെഞ്ച് വീണ്ടും കീറി മുറിഞ്ഞു. ആരതി, ഞാൻ പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും അവളുടെ തോളിൽ കൈ ചേർക്കാൻ പോയതും അവൾ ആ കൈ ദേഷ്യത്തിൽ തട്ടിമാറ്റി. പോ എന്നും പറഞ്ഞ് കൈകാലിട്ടടിച്ചുകൊണ്ട് അവനെ അവൾ ദൂരേക്ക് അകറ്റിക്കൊണ്ടിരുന്നു. ഏയ് ഒന്നുമില്ല മോളെ പറഞ്ഞുകൊണ്ട് അമ്മ വന്ന് അവളെ പൊതിഞ്ഞു പിടിച്ചു. അവരുടെ കൈക്കുള്ളിൽ നിന്നും അവൾ അവരെയും തട്ടിമാറ്റുന്നുണ്ടായിരുന്നു. ശേഷം അവൾ കട്ടിലിന്റെ ഒരു ഭാഗത്തേക്ക് പേടിയോടെ വീണ്ടും ചുരുണ്ടുകൂടി. മോൻ വാ, അവൾ കുറച്ചുനേരം ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ പറഞ്ഞുകൊണ്ട് അവർ അവനെയും കൂട്ടി മുറിക്ക് പുറത്തേക്ക് നടന്നു. അവൾ തട്ടിമാറ്റിയപ്പോൾ മോന് വേദനിച്ചോ? പുറത്തു വന്നപ്പോൾ അമ്മ അവനോട് ചോദിച്ചു. അതിന് അവൻ ഇല്ലെന്ന് നിറഞ്ഞ കണ്ണുകളോടെ ഒന്ന് തലയാട്ടി. അവനൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാം കണ്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയായിരുന്നു അവൻ. ഇതുകൊണ്ട് എല്ലാവർക്കും പേടി മോനെ, ആരും ഇങ്ങോട്ട് വരാറ് പോലുമില്ല പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും കണ്ണീരൊപ്പി. കുറച്ചുനേരം അവർ 2 പേരും അങ്ങനെ ഒരേ നിൽപ്പ് നിന്നു. അവളുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം അമ്മ എനിക്ക് ഒന്ന് തരുമോ? എൻ്റെ പരിചയത്തിൽ ഒരു ഡോക്ടറുണ്ട്. ഞാനൊന്ന് ഡോക്ടറോട് സംസാരിക്കട്ടെ. റിപ്പോർട്ട്സ് എല്ലാം അയച്ചു കൊടുക്കാം. ഡോക്ടർ എന്താ പറയുന്നതെന്ന് നോക്കട്ടെ. നമുക്ക് അവളെ ചികിത്സിക്കാം. ഈ ലോകത്തിന്റെ എവിടെ കൊണ്ടുപോയിട്ടാണെങ്കിലും നമുക്ക് അവളെ തിരിച്ചു കൊണ്ടുവരാം. ഞാനല്ലേ പറയുന്നേ? അതിന് എത്ര പണം വേണമെങ്കിലും നമുക്ക് ചെലവാക്കാം. അമ്മ ധൈര്യമായിട്ടിരിക്കി. അവൻ അവരുടെ കൈപിടിച്ച് പറഞ്ഞതും അവരവന്റെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. ആ സമയം നെഞ്ചിനകത്ത് വല്ലാത്തൊരു ആശ്വാസം നിറഞ്ഞു വരുന്നത് പോലെ, ഒരു തണുപ്പോടുന്നത് പോലെ. ഇതുവരെ തനിച്ചായിരുന്നു, എന്നാൽ ഇപ്പോൾ ഒരു താങ്ങു കിട്ടിയതുപോലെ. അവൻ പിടിച്ചിരിക്കുന്ന കയ്യിൽ അവരൊന്നുകൂടി മുറുക്കെ പിടിച്ചു. അവൻ അവരെ നോക്കി എല്ലാം ശരിയാകുമെന്ന് കണ്ണുകൾ കൊണ്ട് ആശ്വസിപ്പിച്ചു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവർ കൊടുത്ത അവളുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് കൂടി അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോഴും അവനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ കണ്ട ഞെട്ടലും ആ തിളക്കവും അവന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു. അവൻ പോകുന്നതും നോക്കി നിന്ന ആ അമ്മയുടെ മനസ്സിലും എന്തെന്നില്ലാത്ത ഒരു ധൈര്യവും പ്രതീക്ഷയും മുളപ്പൊട്ടിയിരുന്നു ആ സമയം. അവന് അടുത്ത പരിചയമുള്ളൊരു ഡോക്ടറുണ്ട്. വീട്ടിലെത്തിയതും അദ്ദേഹത്തിന് അവളുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം അവൻ അയച്ചു കൊടുത്തു. അവളെ കണ്ടപ്പോഴുള്ള കാര്യങ്ങളെല്ലാം അവൻ വിശദീകരിച്ച് തന്നെ പറഞ്ഞതും അവനെ കണ്ടപ്പോൾ അവളുടെ കണ്ണിലുണ്ടായ ഞെട്ടലും തിളക്കവും നല്ല ലക്ഷണമാണെന്ന് ഡോക്ടർ പറഞ്ഞു.
എന്തുകൊണ്ടാണ് അങ്ങനെയുണ്ടായതെന്ന് ചോദിച്ചപ്പോൾ അവന് ഡോക്ടറോട് ഒന്നും മറച്ചു വെക്കാൻ തോന്നിയില്ല. അവനെല്ലാം പറഞ്ഞു. പണ്ട് തങ്ങൾക്ക് പരസ്പരം തുറന്നു പറയാത്തൊരു ഇഷ്ടമുണ്ടായിരുന്നെന്നും തൻ്റെ അന്നത്തെ സാഹചര്യം കൊണ്ട് അവളോട് അത് തുറന്നു പറയാൻ പറ്റിയില്ലെന്നും പക്ഷേ അവൾ അത് തുറന്നു പറഞ്ഞപ്പോൾ തനിക്കത് കണ്ടില്ലെന്ന് നടിക്കാനേ ആയുള്ളൂ എന്നും അവൻ പറഞ്ഞു. അവസാനം എല്ലാം കേട്ടു കഴിഞ്ഞതും ധൈര്യമായിരിക്കെ, അവളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന് ഡോക്ടർ അവന് ഉറപ്പു കൊടുത്തു. ആദ്യം വീട്ടിൽ വന്ന് അവളെ പരിശോധിച്ചിട്ട് പിന്നീട് വേണ്ടതുപോലെ ചെയ്യാമെന്നും പറഞ്ഞാണ് ഡോക്ടർ ഫോൺ വെച്ചത്. രാത്രി ഉമ്മറത്തെ വെറും നിലത്ത് മലർന്നു കിടക്കുകയാണ് അവൻ. രണ്ടു കൈയും തലയ്ക്ക് താഴെ തലയണ പോലെ മലർത്തി വെച്ചിട്ടുണ്ട്. അവൻ്റെ ചിന്തകൾ അത്രയും ആരതിയെക്കുറിച്ചാണ്. രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായിരുന്നു. അത് തമ്മിൽ തുറന്നു പറയാതെ തന്നെ അറിഞ്ഞതുമാണ്. ആദ്യമായി ഇഷ്ടം തുറന്നു പറഞ്ഞത് അവളാണ്. പക്ഷേ തനിക്ക് അങ്ങനെയൊരു ഇഷ്ടമില്ലെന്ന് കള്ളം പറഞ്ഞ് അവളിൽ നിന്നും ഒഴിഞ്ഞു മാറി. തൻ്റെ സാഹചര്യവും അവളുടെ വീട്ടുകാരെ ചതിക്കാൻ പറ്റാത്തതുകൊണ്ടും മനഃപൂർവ്വം ആ ഇഷ്ടം വേണ്ടെന്ന് വെച്ചു. കാരണം ആ വീട്ടിൽ കയറിയിറങ്ങാൻ അവളുടെ അച്ഛനും അമ്മയും തനിക്ക് അത്രമേൽ സ്വാതന്ത്ര്യം തന്നിരുന്നു. താനത് മുതലെടുത്തുവെന്നും താൻ അവരെ ചതിച്ചെന്നും അവർക്ക് തോന്നരുതെന്നുണ്ടായിരുന്നു. പിന്നീടും അവൾ പലപ്പോഴും തൻ്റെ പിന്നാലെ നടന്നു. അപ്പോഴും താൻ അതെല്ലാം മനഃപൂർവ്വം തള്ളിക്കളഞ്ഞു. അവസാനമായി കല്യാണം ഉറപ്പിച്ചപ്പോഴാണ് തന്നോട് വീണ്ടും അവളത് പറഞ്ഞത്. അന്നും അവളോടുള്ള ഇഷ്ടം ഉള്ളിലൊതുക്കി നിൽക്കാനേ പറ്റിയുള്ളൂ. തന്നെ തിരിഞ്ഞു നോക്കി കരഞ്ഞുകൊണ്ട് അവൾ പോയതും ഇന്നും ഓർമ്മയുണ്ട്. തന്നോട് അവസാനമായി അവൾ എന്തെങ്കിലും സംസാരിച്ചത് അന്നാണ്. അതിനുശേഷം തന്നെ കാണാതിരിക്കാൻ ശ്രമിക്കും. കണ്ടാലും കാണാത്തതുപോലെ നടക്കും. അപ്പോഴെല്ലാം താൻ അത്രയേറെ വേദനിച്ചിട്ടുണ്ട്. താൻ അവളെ കണ്ടില്ലെന്ന് നടിക്കുമ്പോഴെല്ലാം അവൾ എത്രമാത്രം വേദനിച്ചു കാണുമെന്നും അപ്പോഴാണ് മനസ്സിലായതും. രാത്രി ചെറിയച്ഛനും ചെറിയമ്മയും കൂടി ഗായത്രിക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. ജിതിൻ വന്നു പോയതും ഗായത്രി ഇപ്പോഴും അഭിലാഷിനെ തന്നെ മതിയെന്നും പറഞ്ഞ് നിൽക്കുകയാണെന്നും ചെറിയച്ഛൻ വന്നപ്പോൾ തന്നെ ചെറിയമ്മായി പറഞ്ഞു കൊടുത്തിരുന്നു. ജിതിൻ്റെ മനസ്സിൽ നമ്മളോടൊന്നും ഒട്ടും താല്പര്യമില്ലെന്നും അവനെ വശത്താക്കി കൊണ്ടുവരാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണെന്നും ചെറിയമ്മായി പറയുന്നുണ്ട്. അങ്ങനെ അവനെ കൊണ്ടുവരണമെങ്കിൽ ഗായത്രി വിചാരിച്ചാൽ മാത്രമേ പറ്റൂ എന്നും അവർക്കെല്ലാം നന്നായി അറിയാം. വല്യച്ഛനും വല്യമ്മായിയും കുറച്ചു നേരം അവിടെ ഇരുന്ന് അവളോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത ശേഷം പിന്നെ അവർ അവരുടെ മുറിയിലേക്ക് പോയി. അവർക്ക് കിട്ടിയാൽ കിട്ടട്ടെ എന്ന ഒരു തരം ഭാവമായിരുന്നു. രാത്രി കിടക്കുന്നതുവരെ ചെറിയച്ഛനും ചെറിയമ്മായും ഗായത്രിയുടെ ഇരുവശത്തു നിന്നും ക്ലാസ് എടുത്തു കൊടുക്കുന്ന തിരക്കിലായിരുന്നു. കുറെ എതിർത്ത് പറഞ്ഞു നോക്കിയെങ്കിലും അവരുടെ മുൻപിൽ അതൊന്നും വില പോകുന്നേ ഉണ്ടായിരുന്നില്ല. എന്തു വന്നാലും ജിതിനെക്കൊണ്ട് അവർ തന്നെ കല്യാണം കഴിപ്പിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. പക്ഷേ മുത്തശ്ശി ആ സമയം മുറിയിലായിരുന്നതുകൊണ്ട് തന്നെ അവിടെ പറഞ്ഞതൊന്നും അറിഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞാൽ തന്നെ മുത്തശ്ശിക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ലായിരുന്നു. അവരുടെ ഒരു ആഗ്രഹവും നടക്കാൻ പോകുന്നില്ലെന്ന് മുത്തശ്ശിക്ക് ഉറപ്പായിരുന്നു. അവർ നാളെ കൊച്ചുമോൻ്റെ കൂടെ പോകുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു. എത്രയും പെട്ടെന്ന് ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ടാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു വീട് ആണെന്ന് പോലും അവർക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. കുറെ മനുഷ്യർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കെട്ടിടം. അങ്ങനെ കരുതാനേ അവർക്ക് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. മുത്തശ്ശിക്ക് കഴിയുന്ന വിധത്തിൽ അവർക്ക് വേണ്ട അത്യാവശ്യ ഡ്രസ്സുകളും മരുന്നുകളുമെല്ലാം ഒരു ബാഗിലാക്കി കട്ടിലിനടിയിലേക്ക് വെച്ചു. ആരോടും അവൻ വരുന്നത് വരെ ഒന്നും പറയേണ്ട എന്ന് അവൻ പറഞ്ഞതുകൊണ്ട് തന്നെ മുത്തശ്ശി നാളെ പോകുന്നതിനെക്കുറിച്ച് ആരോടും ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നാളെ തന്നെ പോകാൻ അവർ സമ്മതിക്കുകയില്ലയോ എന്ന കാര്യത്തിലും അവർക്ക് സംശയമുണ്ടായിരുന്നു. എങ്കിലും എന്തു വന്നാലും താൻ അവൻ്റെ കൂടെ പോകുമെന്ന് തന്നെ അവർ ഉറപ്പിച്ചിരുന്നു. ടൗണിൽ പോയി തിരിച്ചു വരുന്ന വഴിക്കാണ് കവലയിൽ നിന്ന് ആരോടോ സംസാരിക്കുന്ന ജിതിനെ ഗായത്രി കണ്ടത്. അവൾ വേഗം ഒരു സൈഡിലേക്ക് വണ്ടി ഒതുക്കി നിർത്തി. അവനോട് എല്ലാം പറയണം. അതിന് ഇത് തന്നെയാണ് നല്ല അവസരമെന്ന് അവൾക്ക് തോന്നി. അവൾ പതിയെ അവൻ്റെ അരികിലേക്ക് നടന്നു. ജിതിൻ. അവൻ്റെ പിറകിൽ പോയി നിന്ന് അവൾ പതിയെ വിളിച്ചു. അവനൊന്ന് തിരിഞ്ഞു നോക്കി. ഗായത്രിയാണെന്ന് കണ്ട് അവൻ അവളെ നോക്കി പതിയെ ഒന്ന് ചിരിച്ചു. ഇപ്പോൾ തൻ്റെ കാര്യം നടക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ താല്പര്യമില്ലെങ്കിലും അവളും അവനൊരു നേർത്ത പുഞ്ചിരി തിരികെ നൽകി. എന്നാ ശരി, കാണാം. അരികിൽ നിൽക്കുന്ന ആൾക്ക് കൈ കൊടുത്തുകൊണ്ട് ജിതിൻ പറഞ്ഞതും അയാളും ശരി കാണാമെന്നും പറഞ്ഞ് മുൻപോട്ട് നടന്നു. അയാൾ പോയി കഴിഞ്ഞതും അവൻ തിരിഞ്ഞ് ഗായത്രിയെ ഒന്ന് നോക്കി. താനിപ്പോൾ ഫ്രീ ആണോ? എനിക്കൊന്ന് സംസാരിക്കാനായിരുന്നു. അവൾ പറഞ്ഞതും അവൻ അവളെ ഒന്ന് നോക്കി. എന്താണ് അവൾക്ക് പറയാനുള്ളതെന്ന് അവൻ അറിയില്ലായിരുന്നു. ഇനി അത് എന്തു തന്നെയാണെങ്കിലും തൻ്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ലെന്ന് അവൻ ആദ്യമേ ഉറപ്പിച്ചിരുന്നു. ഓ, അതിനെന്താ, സംസാരിക്കാലോ, ഞാനിപ്പോൾ ഫ്രീ ആണ്. അവൻ സൗമ്യമായി തന്നെയാണ് അവളോട് അത് പറഞ്ഞത്.
പുഞ്ചിരിയോടെ തന്നെ തന്നോട് സംസാരിക്കുന്ന അവനെ കാണുമ്പോൾ വീട്ടിൽ പറയുന്നത് പോലെ ഒന്നുമല്ലാതെ അവന് തന്നോട് ഇനി എന്തെങ്കിലും താല്പര്യമുണ്ടാകുമോ എന്ന് അവൾ പേടിച്ചു. ഇവിടെ വെച്ച് വേണ്ട, വേറെ എവിടെയെങ്കിലും നമുക്ക് പാടത്തിന്റെ അവിടുന്ന് സംസാരിച്ചാലോ? കവലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നോക്കിക്കൊണ്ട് അവൾ അവനോട് പറഞ്ഞതും അവൻ അതിന് തലയാട്ടി സമ്മതിച്ചു. അവൾക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്നും ജിതിനുമായുള്ള കല്യാണത്തിന് ഒട്ടും സമ്മതമല്ലെന്നും അതുകൊണ്ട് വീട്ടുകാർ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വെക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറണമെന്നും അവൾ പറഞ്ഞു. അവനൊന്നും പറഞ്ഞില്ല. അവൾ പറയുന്നതെല്ലാം നേർത്തൊരു ചിരിയോടെ തന്നെ കേട്ടുനിന്നു. താൻ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സ്വത്തിലും പണത്തിലും ഒരു പക്ഷേ എൻ്റെ വീട്ടുകാർ വീണു പോയേക്കാം. പക്ഷേ എനിക്കതിന് പറ്റില്ല. ദയവ് ചെയ്ത് നിങ്ങൾ തന്നെ എന്തെങ്കിലും പറഞ്ഞ് ഈ വിവാഹത്തിൽ നിന്നും ഒഴിഞ്ഞു മാറണം. എന്നെയും കെട്ടി തറവാട്ടിൽ എങ്ങനെയെങ്കിലും കയറി പറ്റാമെന്ന മോഹമുണ്ടെങ്കിൽ അതങ്ങ് മറന്നു കളഞ്ഞേക്ക്. എന്തു വന്നാലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. അവൾ പറയുന്നത് കേട്ട് അവളെ തന്നെ നോക്കി കൈയും കെട്ടി നിൽക്കുന്ന അവനെ അവളൊന്ന് തറപ്പിച്ചു നോക്കി. കഴിഞ്ഞോ? അവൻ ചോദിച്ചു. എന്ത്? അല്ല, നിനക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞോന്ന് അവൻ ചോദിച്ചതും അവളൊരു പുച്ഛത്തോടെ തലയാട്ടി. എന്നാ കേട്ടോ, എനിക്കെന്താ പറയാനുള്ളതെന്ന്. നീ ഇങ്ങനെ വന്നു പറഞ്ഞാൽ ഞാൻ നിന്നെ കെട്ടുന്നതിൽ നിന്നും പിന്മാറുമെന്നാണോ നീ വിചാരിച്ചേ? എന്നാൽ അങ്ങനെയല്ല. നിന്നെ കെട്ടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കെട്ടുക തന്നെ ചെയ്യും. അവൻ ഗൗരവത്തോടെ തന്നെ പറഞ്ഞതും ആദ്യം അവളൊന്ന് പേടിച്ചു. പിന്നെ അവൾ അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി. അയ്യോ, ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ, ഞാൻ പേടിച്ചു പോകും. അവൻ പേടിച്ചെന്ന വണ്ണം ഒരു കളിയാക്കലോടെയാണ് അവളോടത് പറഞ്ഞത്. അവൾ അവന്റെ മുഖത്തു നിന്നും പുച്ഛത്തോടെ നോട്ടം മാറ്റി. പക്ഷേ നീ പേടിക്കേണ്ട, ഞാനത് ചെയ്യില്ല. നിന്നെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറയുമില്ല. കാരണം എനിക്ക് നിന്നെ വേണ്ട. എനിക്ക് വേണ്ട ആളെ ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവളെ മാത്രമേ ഞാൻ കെട്ടൂ, എൻ്റെ കൂടെ കൂട്ടുകയുള്ളൂ. പിന്നെ നീ എന്താ പറഞ്ഞേ? നിന്നെയും കെട്ടി തറവാട്ടിൽ കയറി പറ്റാമെന്ന ചിന്ത എനിക്കുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെക്കാനോ? എന്നാ കേട്ടോ, എനിക്ക് അങ്ങനെയൊരു ചിന്തയില്ല. ഒന്നുമില്ലാതിരുന്നപ്പോൾ പോലും തറവാട്ടിൽ കയറി പറ്റുന്നതോ അവിടെയുള്ളത് സ്വന്തമാക്കുന്നതിനെ പറ്റിയോ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെയാണോ ഇപ്പോ? അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ഞാൻ കല്യാണത്തിൽ നിന്ന് ഒഴിയുന്നതല്ല. ഈ കല്യാണക്കാര്യവും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരാതിരിക്കുന്നതാവും നിങ്ങൾക്ക് നല്ലത്. പിന്നെ തറവാട്ടിലെ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാകില്ല. ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരേ ഒരു കാര്യം. അത് അധികം വൈകാതെ ഞാൻ തന്നെ വന്ന് എടുക്കുന്നുമുണ്ട്. അതുകൊണ്ട് മോൾ ചെല്ല്. അവൻ വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞതും അവൻ പറഞ്ഞതിലെ അർത്ഥമെന്തെന്ന് ചികയുകയായിരുന്നു അവൾ. ഇനി അത് ആലോചിച്ച് പേടിക്കേണ്ട. നിങ്ങൾക്കാർക്കും ആവശ്യമില്ലാത്തത് തന്നെയാണ് അത്. പിന്നെ നിന്നോടൊരു കാര്യം, ആരെയോ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനെ ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്ക്. പണത്തേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്നത് സ്നേഹം തന്നെയാണ്. അത് നിന്റെ വീട്ടുകാർക്ക് അറിയില്ല. അവരെ ഇനി പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമെന്നും അറിയില്ല. അതും സ്വയം മനസ്സിലാക്കി ജീവിക്ക്. പറഞ്ഞുകൊണ്ട് അവൻ അവന്റെ ബുള്ളറ്റിലേക്ക് കയറി. അവൾ എന്തെങ്കിലും പറയുന്നതിനു മുൻപേ അവന്റെ വണ്ടി മുൻപോട്ട് നീങ്ങിയിരുന്നു. അവൾ പ്രത്യേകിച്ച് യാതൊരു വികാരവുമില്ലാതെ അവൻ പോകുന്നത് നോക്കി നിന്നു. എന്നാൽ വരുമ്പോൾ അവനോടുണ്ടായിരുന്ന ദേഷ്യം മാത്രം അപ്പോൾ അവൾക്ക് അവനോട് തോന്നുന്നുണ്ടായിരുന്നില്ല. അഭിലാഷിനോട് സംസാരിച്ചുകൊണ്ട് ജനലിനോരം വന്നു നിൽക്കുകയാണ് ഗായത്രി. അപ്പോഴാണ് ബ്ലാക്ക് നിറത്തിലുള്ളൊരു ക്രെറ്റ പടിപ്പുര കടന്ന് ആ തറവാട്ടുമുറ്റത്തേക്ക് വന്നു നിന്നത്. ആരായിരിക്കും അത്? അവളുടെ കണ്ണൊരു നിമിഷം അവിടേക്കായി. ഡോർ തുറന്നിറങ്ങിയ ജിതിനെ കണ്ട് ഒരു നിമിഷം അവളുടെ കണ്ണുകൾ പോലും വിടർന്നുപോയി. ചെറിയൊരു നഷ്ടബോധം അവളുടെ ഉള്ളിൽ തോന്നിയോ? ഹലോ ഗായു, കേൾക്കുന്നില്ലേ? ഫോണിൽ മറുവശത്തു നിന്നും അഭിലാഷിന്റെ ശബ്ദം. അവളൊന്ന് ഞെട്ടി. അവളൊന്ന് തല കുടഞ്ഞു. ആ ജിതിൻ വന്നിട്ടുണ്ട്. ദേ ഇപ്പൊ വന്നേ ഉള്ളൂ. ഞാൻ ചെന്ന് വാതിൽ ലോക്ക് ചെയ്യട്ടെ? ഇല്ലേൽ അമ്മ വന്ന് അതും ഇതും പറഞ്ഞ് എന്നെ താഴേക്ക് കൊണ്ടുപോകും. എന്തിനാ വന്നതെന്ന് അറിയില്ല. ഇനി ഞാൻ പറഞ്ഞത് ഇവിടെ എങ്ങാനും പറയാനാവുമോ? ഇവിടുന്ന് എന്തോ ഒരു സാധനം കൊണ്ടുപോകാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. അതിനായിരിക്കും ചിലപ്പോ. പറഞ്ഞുകൊണ്ട് അവൾ ചെന്ന് വേഗം വാതിൽ അകത്തു നിന്നും ലോക്ക് ചെയ്തു. കുറച്ചു മുൻപ് ജിതിനെ കണ്ടതും അവനോട് സംസാരിച്ചതുമെല്ലാം ഗായത്രി അഭിലാഷിനോട് പറഞ്ഞിരുന്നു. ആഹാ, നിന്നേക്കാൾ വിലപിടിപ്പുള്ള സാധനോ? അതെന്താണാവോ? അപ്പുറത്തു നിന്നും അഭിലാഷ് ചിരിയോടെ ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല. എന്താണേലും കൊണ്ടുപോയിക്കോട്ടെ. എനിക്കൊന്നും വയ്യ ഇപ്പോൾ അവിടേക്ക് ചെല്ലാൻ, ഗായത്രി പറഞ്ഞു. അവന്റെ വണ്ടി വന്നു നിന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ ചെറിയമ്മായിയും വല്യമ്മായിയും ഉമ്മറത്തേക്ക് വന്നിരുന്നു. അവനെ കണ്ടതും അവരൊന്നും ഞെട്ടി. എങ്കിലും അവരുടെ കണ്ണുകൾ വിടർന്നു. അവനെ അവരൊട്ടും അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല.
എന്തായാലും ഇന്ന് അവനിവിടെ വരെ വന്ന സ്ഥിതിക്ക് ഗായത്രിയെക്കൊണ്ട് അവനെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് അവർക്കുണ്ടായിരുന്നു. മുത്തശ്ശി എവിടെ, മുറിയിലാണോ? അവൻ ചോദിച്ചു. ആ അതെ. മോനെന്താ പെട്ടെന്ന്? ചെറിയമ്മായി ചോദിച്ചു. മുത്തശ്ശിയെ കാണണമെന്ന് തോന്നി, അവൻ പറഞ്ഞു. ആ അത് നന്നായി. ഇന്നലെ വന്നപ്പോൾ ഗായത്രി മോളെയും കണ്ടില്ലല്ലോ. അവളിവിടെയുണ്ട്, ഞാൻ അവളെ വിളിക്കാം. ചെറിയമ്മായി അവനെ നോക്കി സന്തോഷത്തോടെ തന്നെ പറഞ്ഞു. അവൻ അവരെ ഒന്ന് നോക്കി. വേറെ ആരുമില്ലേ ഇവിടെ? അവൻ അങ്ങനെയാണ് ചോദിച്ചത്. അമ്മാവന്മാരെന്ന് അവരെ വിശേഷിപ്പിക്കാൻ അവന് തോന്നിയില്ല. ആരെയാ ഉദ്ദേശിച്ച്? മോൻ്റെ അമ്മാവന്മാരെയാണോ? അവരും ഇവിടെയുണ്ട്, ഞാൻ വിളിക്കാം. ഞാൻ അപ്പോഴേക്കും മുത്തശ്ശിയെ ഒന്ന് കാണട്ടെ. പറഞ്ഞുകൊണ്ട് അവൻ നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് നടന്നു. അവൻ അങ്ങ് പോയതും അവർ രണ്ടുപേരും ഭർത്താക്കന്മാരെ വിളിക്കാനായി അവരുടെ മുറിയിലേക്കും പോയി. ചെറിയമ്മായി ഗായത്രിയെ ഒരുപാട് വിളിച്ചു നോക്കി. വാതിലിൽ ശക്തിയിൽ തട്ടി. പക്ഷെ അവൾ കേൾക്കാത്തതുപോലെ തലയിണ തലയ്ക്ക് മുകളിൽ വെച്ച് കട്ടിലിൽ ഒറ്റ കിടപ്പായിരുന്നു. വിളിച്ചിട്ട് കേൾക്കാതെ വന്ന അവർ അവളെ ഫോണിൽ വിളിച്ചു നോക്കി. അത് മുൻകൂട്ടി കണ്ടതുകൊണ്ടാകണം അവൾ ആദ്യമേ ഫോൺ ഓഫ് ചെയ്തു വെച്ചത്. ആഹാ, സുന്ദരിയായല്ലോ. സെറ്റും മുണ്ടുമുടുത്ത് പോകാൻ തയ്യാറായി ഇരിക്കുന്ന മുത്തശ്ശിയെ കണ്ട് അകത്തേക്ക് വന്ന അവൻ ചോദിച്ചു. നീ എന്താ വൈകിയ കുട്ടിയെ? എത്ര നേരായി ഞാനിങ്ങനെ ഇരിക്കണ്? മുത്തശ്ശി ചെറിയൊരു പരിഭവത്തോടെ ചോദിച്ചു. അപ്പോൾ പോകാൻ വേണ്ടിയാണോ ഇങ്ങനെ ഒരുങ്ങിയത്? അവൻ അവർക്കരികിൽ വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. പിന്നെ അല്ലാതെ, നീ രാവിലെ വന്നിട്ട് മാറ്റാമെന്നാ കരുതിയത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് മാറ്റി. അവരൊരു ചിരിയോടെ പറഞ്ഞു. ഞാനിന്ന് വന്നിരുന്നില്ലെങ്കിലോ? വരും, അതെനിക്കറിയാം. നേർത്തൊരു ചിരിയോടെ തന്നെ മുത്തശ്ശി പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു. അതൊക്കെ പോട്ടെ, മുത്തശ്ശിയെ ഇങ്ങനെ കണ്ടിട്ട് ഇവരാരും ഒന്നും പറഞ്ഞില്ലേ? എവിടെ പോകാനാണ് ഇങ്ങനെ ഒരുങ്ങിയതെന്ന് ചോദിച്ചില്ലേ? ആര്? ഇവരോ? നല്ല കഥയായി. ഇനി അവരെന്നെ കാണണേൽ 6 മണിയാകണം. അപ്പോൾ ഒരു ചായ ഉണ്ട്, പിന്നെ രാത്രിയിൽ കഞ്ഞി. അങ്ങനെ ഭക്ഷണം കൊണ്ടുതരാൻ മാത്രമേ ഈ മുറിയിലേക്ക് അവർ വരാറുള്ളൂ. മുത്തശ്ശി പറഞ്ഞതും അവനൊന്ന് അവരുടെ കയ്യിൽ പിടിച്ചു. എന്നാ പോയാലോ? മുത്തശ്ശിക്ക് ഡ്രസ്സും മരുന്നുമൊക്കെ എടുക്കാനുണ്ടോ? ഞാൻ എടുത്തു വെക്കാം. ഒന്നും വേണ്ട, ഒക്കെ ഞാനിതേ എടുത്തു വെച്ചിട്ടുണ്ട്. കട്ടിലിന് അടിയിലൊരു ബാഗുണ്ട്, അതിങ്ങെടുത്തോ. മുത്തശ്ശി പറഞ്ഞതും അവൻ കട്ടിലിൻ്റെ അടിയിൽ നിന്നും ഒരു ബാഗ് എടുത്തു. ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ? അറിഞ്ഞാൽ അവർ സമ്മതിക്കോ? അറിഞ്ഞിട്ടില്ല. ഇനി സമ്മതിച്ചാലും ഇല്ലേലും ഞാൻ വരും, അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാ പോയാലോ? മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവരൊന്ന് തലയാട്ടിക്കൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ച് പതിയെ കട്ടിലിൽ നിന്നും താഴേക്കിറങ്ങി. ഹാളിൽ എല്ലാവരും അക്ഷമയോടെ നിൽക്കുകയാണ്. അമ്മാവന്മാരെ കാണണം എന്നുള്ളതുകൊണ്ട് തന്നെ അവൻ എന്തിനാണ് വന്നതെന്ന ടെൻഷനിലായിരുന്നു അവർ. ഒളിച്ചോടിയതാണെങ്കിലും നിയമപരമായി അവൻ്റെ അമ്മയ്ക്കും ഈ കാണുന്ന സ്വത്തിലെല്ലാം അവകാശമുണ്ട്. ഇപ്പോൾ അമ്മയില്ലാത്തതുകൊണ്ട് തന്നെ അവനായിരിക്കും ആ അവകാശം. അതെങ്ങാനും ചോദിക്കാനായിരിക്കുമോ അവൻ വന്നതെന്ന് അവർ പേടിച്ചു. മുത്തശ്ശിയാണെങ്കിൽ അവൻ്റെ ഭാഗമാണ്. വേണമെങ്കിൽ എല്ലാ സ്വത്തും അവന് കൊടുക്കാൻ പറയും. അത്രയും സ്നേഹമാണ് അവർക്ക് അവനോട്. പിന്നെ ആകെയുള്ളൊരു സമാധാനം, അവനായി തന്നെ ഇപ്പോൾ ആവശ്യത്തിലേറെ സമ്പാദിച്ചിട്ടുണ്ട്. കൂടാതെ അവൻ്റെ അച്ഛനെയും അമ്മയെയും പോലെ ആത്മാഭിമാനമുള്ള കൂട്ടത്തിലാണ് അവനും. അതാണ് ഏക ധൈര്യം. എല്ലാവരുടെയും കണ്ണുകൾ മുത്തശ്ശിയുടെ മുറിയുടെ വാതിലിലേക്കായിരുന്നു. അവരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ ആ വാതിൽ തുറന്നു. വാതിൽ തുറന്നതും കണ്ട കാഴ്ചയിൽ അവരൊന്ന് ഞെട്ടി. എന്നാൽ ആദ്യത്തെ ഞെട്ടലൊന്ന് മാറിയെങ്കിലും അമ്മായിമാർക്ക് സന്തോഷമാണ്. പേടിക്കേണ്ട, സ്വത്തും പണവും എനിക്ക് വേണ്ട. ദൈവം സഹായിച്ച് അതെനിക്കിപ്പോൾ ആവശ്യത്തിലേറെയുണ്ട്. എനിക്ക് വേണ്ടത് നിങ്ങൾക്കൊന്നും വിലയില്ലാത്ത, എന്നാൽ ഞാൻ ഏറെ വില കൽപ്പിക്കുന്ന മുത്തശ്ശിയെയാണ്. അതാരും തടയേണ്ട, ഞാൻ കൊണ്ടുപോകും. അവൻ പറഞ്ഞു തീർന്നില്ല. അമ്മാവന്മാർ അതിനെ എതിർത്തു. പറ്റില്ല, അത് നീ മാത്രം തീരുമാനിച്ചാൽ പോരാ. അവരവൻ്റെ നേരെ കയർത്തു. വേണ്ട, അവൻ പറയേണ്ട, ഞാൻ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ അവൻ്റെ കൂടെ പോകും, അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മുത്തശ്ശി പെട്ടെന്ന് അത് പറഞ്ഞതും അവരൊന്ന് ഞെട്ടി. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അമ്മയ്ക്കിവിടെ എന്തിൻ്റെ കുറവായിട്ടാ? വല്യമ്മാവൻ പറഞ്ഞു വന്നതും അവൻ അവരെ തടഞ്ഞു. സ്നേഹം, അതിൻ്റെ കുറവുണ്ടായിട്ട്. കൂടുതലൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. സമയം കിട്ടുമ്പോൾ സ്വയം ഇരുന്നൊന്ന് ആലോചിച്ചു നോക്കിയാൽ മതി മുത്തശ്ശിക്ക് ഇവിടെ എന്തായിരുന്നു കുറവെന്ന്. ഞങ്ങളെ തടയരുത്, ഞങ്ങൾക്ക് പോകണം. അവനൊരു പരിഹാസത്തോടെ പറഞ്ഞതും ദേഷ്യം കൊണ്ട് അവർ പല്ലു കടിച്ചു. അവനെ വീണ്ടും തടയാനായി എന്തോ പറയാനൊരുങ്ങിയതും അവരുടെ ഭാര്യമാർ അവരുടെ കയ്യിൽ പിടിച്ചു. കണ്ണുകൾ കൊണ്ട് ഒന്നും പറയേണ്ടെന്ന് കാണിച്ചു. അവനത് വ്യക്തമായി കണ്ടെങ്കിലും മുത്തശ്ശിയെ വേദനിപ്പിക്കരുതെന്ന് കരുതി അവനത് പറഞ്ഞില്ല.
മുത്തശ്ശിയും കണ്ടിരുന്നു അത്. അവർക്ക് അവരുടെ സ്വഭാവം വ്യക്തമായി അറിയുന്നതുകൊണ്ട് തന്നെ അവർക്കതിൽ വലിയ പുതുമയൊന്നും തോന്നിയില്ല. ഗായത്രി മോൾ എവിടെ? മുത്തശ്ശി ചോദിച്ചു. അവൾ ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. ഇവൻ വന്നപ്പോൾ നേരത്തെ ഞാൻ വിളിച്ചിരുന്നു, കേട്ടതേയില്ല, അവർ പറഞ്ഞു. അത് സത്യമാണെന്ന് അവനും മുത്തശ്ശിക്കും തോന്നി. ഒന്നെങ്കിൽ ഉറക്കമായിരിക്കും, അല്ലെങ്കിൽ മനഃപൂർവ്വം വരാത്തതായിരിക്കും. എന്നാൽ ഞാനിറങ്ങുക. പിന്നെ ഞാൻ ഇവിടേക്ക് ഇനിയും വരും. എനിക്കെൻ്റെ മക്കളെയും മരുമക്കളെയും പേരക്കുട്ടികളെയും കാണാൻ തോന്നുമ്പോൾ ഞാൻ വരും. അതുപോലെ എന്നെ കാണാൻ തോന്നുമ്പോൾ നിങ്ങൾക്കും വരാം. എന്നാൽ ഞങ്ങൾ ഇറങ്ങുക. ഗായത്രി മോള് എഴുന്നേൽക്കുമ്പോൾ പറയണം, പോകുമ്പോൾ മുത്തശ്ശി ചോദിച്ചിരുന്നെന്ന്. പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ജിതിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവനൊരു ചിരിയോടെ മുത്തശ്ശിയുടെ കൈയും പിടിച്ച് പതുക്കെ ആ തറവാടിൻ്റെ പടിയിറങ്ങി. കാറിൽ കയറിയിരുന്നത് മുത്തശ്ശി ആ തറവാട് ആകെയൊന്ന് നോക്കി. 18-ാം വയസ്സിൽ കല്യാണം കഴിച്ചു വന്നപ്പോൾ മുതൽ ഇവിടുണ്ട്. ഇതായിരുന്നു തൻ്റെ ലോകം. മക്കളും മരുമക്കളും പേരക്കുട്ടികളും. ഏറ്റവും സന്തോഷിച്ചതും സങ്കടപ്പെട്ടതും ചിരിച്ചതും കരഞ്ഞതുമെല്ലാം ഇവിടെ തന്നെ. അതിൽ ഏറ്റവും വലിയ സങ്കടം അവരെക്കുറിച്ചായിരുന്നു. അവരുടെ ഒരേ ഒരു മകളെക്കുറിച്ച്, അവൻ്റെ അമ്മയെയും അച്ഛനെയും കുറിച്ച്. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ കണ്ണുനീർ അവൻ പതിയെ തുടച്ചു കൊടുക്കുമ്പോൾ അവരവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചിരുന്നു. രാത്രി മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ചു കിടക്കുകയാണ് അവൻ. അവൻ പറയുന്നതെല്ലാം കേട്ട് അവൻ്റെ മുടിയിലൂടെ മുത്തശ്ശി പതിയെ തലോടുന്നുണ്ട്. മുത്തശ്ശി, എനിക്കവളെ വേണം മുത്തശ്ശി. എൻ്റെ ആ പണ്ടത്തെ ആരതിയായി എനിക്കവളെ വേണം. ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നിട്ടാണേലും എത്ര പൈസ ചെലവാക്കിയിട്ടാണേലും എനിക്കവളെ വേണം മുത്തശ്ശി. ഇല്ലേൽ എനിക്കൊരിക്കലും സമാധാനം കിട്ടില്ല. മര്യാദയ്ക്ക് ഒന്നുറങ്ങാൻ പോലും പറ്റില്ല. ഒന്നുമില്ലാത്തപ്പോൾ ഒന്നുമില്ലാതിരുന്ന എന്നെ അത്രമേൽ സ്നേഹിച്ചവളാണ്. അതെത്രത്തോളം ഉണ്ടെന്ന് എനിക്കേ അറിയൂ. അവൻ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയെ ഒന്ന് നോക്കി. മുത്തശ്ശി നേർത്തൊരു ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴും അവരുടെ വിരലുകൾ അവൻ്റെ മുടിയിലൂടെ തലോടുന്നുണ്ട്. മോന് എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്യ്. നിന്റെ ഇഷ്ടം തന്നെയാ ഈ മുത്തശ്ശിയുടെയും ഇഷ്ടം. നമുക്ക് അറിയുന്ന കുട്ടിയല്ലേ. അതിന് അങ്ങനെയൊക്കെ വന്നെന്ന് കേട്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നിയിരുന്നു. അവളെ സ്നേഹിക്കാനും അവളുടെ കൂടെ നിൽക്കാനും എൻ്റെ മോന് പറ്റുന്നാണെങ്കിൽ അത് വലിയ കാര്യാ, വലിയ മനസ്സാ. മുത്തശ്ശിക്ക് സന്തോഷമേ ഉള്ളൂ. മുത്തശ്ശിയുടെ പ്രാർത്ഥന ഉണ്ടാകും കൂടെ. മുത്തശ്ശി പറഞ്ഞതും അവനൊന്ന് അവരുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. എന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു അവന് ആ സമയം. ഒപ്പം ഒരു പ്രതീക്ഷയും ധൈര്യവും. പിറ്റേന്ന് ഉച്ചയോടെ അവൻ ആരതിയുടെ വീട്ടിലെത്തി. കൂടെ അവൻ്റെ പരിചയത്തിലുള്ള ഡോക്ടറുമുണ്ട്. മുത്തശ്ശിയെ കൊണ്ടുവന്നിട്ടില്ല. അവിടെ സഹായത്തിന് വരുന്ന ചേച്ചിയെ മുത്തശ്ശിക്ക് കൂട്ടിന് നിർത്തിയിട്ടാണ് അവൻ വന്നത്. ആരതിയെ ഇന്ന് തന്നെ ഇവിടെ വീട്ടിൽ നിന്നും മാറ്റുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ പണ്ട് നടക്കാതെ പോയൊരു ഇഷ്ടത്തെപ്പറ്റിയും അവൻ ആരതിയുടെ അമ്മയോട് പറഞ്ഞു. എല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ആരതിയുടെ അമ്മ. അങ്ങനെ ഒരിഷ്ടം എൻ്റെ മോൾക്ക് നിന്നോടുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഞങ്ങൾക്കും നിന്നെ ഇഷ്ടമായിരുന്നില്ലേ? ഞങ്ങൾ നടത്തി തരുമായിരുന്നില്ലേ നിങ്ങളുടെ കല്യാണം? ആരതിയുടെ അമ്മ സങ്കടം കൊണ്ട് കരഞ്ഞാണ് പറയുന്നത്. അങ്ങനെയല്ല അമ്മേ, അവളല്ല, ഞാനാണ് കാരണം. അവൾ ഒത്തിരി വട്ടം എന്നോട് പറഞ്ഞതാണ്. പക്ഷേ എന്തോ എൻ്റെ കൂടെ ജീവിച്ച് അവളെ കഷ്ടപ്പെടുത്താൻ മനസ്സ് വന്നില്ല. ഇങ്ങനെ ബിസിനസ് ചെയ്ത് പച്ച പിടിക്കുമെന്ന് അറിഞ്ഞിരുന്നേൽ അവളെ ഒരിക്കലും ഞാൻ വിട്ടുകളയില്ലായിരുന്നു. പിന്നെ നിങ്ങളെയൊക്കെ ഓർത്തപ്പോൾ അവളെ സ്നേഹിക്കുന്നത് നിങ്ങളെയൊക്കെ ചതിക്കുന്നത് പോലെയാണെന്ന് തോന്നി. നിങ്ങൾ എനിക്ക് തന്ന സ്വാതന്ത്ര്യം ഞാൻ മുതലെടുക്കുകയായിരുന്നെന്ന് നിങ്ങളൊക്കെ കരുതിയാൽ എനിക്കത് സഹിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാ ഞാൻ ആരതിക്ക് കിട്ടുന്നത് നല്ലൊരു ജീവിതമാകുമെന്ന് കരുതി. അവൾ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് കരുതി. ഇങ്ങനെയൊന്നും വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല. പറയുമ്പോൾ അവൻ്റെ സ്വരം വല്ലാതെ ഇടറിയിരുന്നു. അവൻ്റെ ഉള്ളം വിങ്ങുന്നത് അവർക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അവരവനെ അലിവോടെ നോക്കി. ഞാനിത് പറയുമ്പോൾ അമ്മ വേറൊരു തരത്തിലും എടുക്കരുത്. ഇതൊരു സഹതാപം കൊണ്ട് പറയുന്നതല്ല. ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാ. എവിടെ വേണേലും കൊണ്ടുപോയി ചികിത്സിക്കാം. എത്ര പണം വേണേലും ചെലവാക്കാം. അവസാനം അവൾ പണ്ടത്തേതുപോലെ തിരിച്ചു വരുമ്പോൾ അവൾക്ക് ഇഷ്ടമുണ്ടെൽ മാത്രം എനിക്ക് അവളെ തന്നേക്കാവോ? അവൻ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവരൊന്നും പറഞ്ഞില്ല. അവർക്ക് എന്തു പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അവർ രണ്ടു കൈയും കൂപ്പി അവൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. അവൻ അവരെ ഇരു കൈയും കൊണ്ട് ചേർത്ത് പിടിച്ചു. അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു ആ സമയം. അവൾക്ക് ഇഷ്ടാണ്, അവൾക്ക് ഇഷ്ടാവും. അവർ പതിയെ പറഞ്ഞതും ആ കണ്ണീരിനിടയിലും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. ഈ മുറിയിലാ ഡോക്ടറെ അവള്.
അവളുള്ള ആ മുറിക്ക് മുൻപിലെത്തിയതും അവളുടെ അമ്മ ഡോക്ടറോട് പറഞ്ഞു. ശരി, വാതിൽ തുറക്കൂ. അയാൾ പറഞ്ഞു. അമ്മ അവനെ ഒന്ന് നോക്കി. അവൻ അവരെ കണ്ണുകൾ കൊണ്ട് ആശ്വസിപ്പിച്ചു. അവർ പതിയെ വാതിൽ തുറന്നു. അയാൾ പതിയെ മുറിയിലേക്ക് കയറി മുറി ആകെ ഒന്ന് നോക്കി. അവൾക്ക് വെളിച്ചം ഇഷ്ടല്ല ഡോക്ടറെ, വെളിച്ചം കണ്ടാൽ അപ്പോ വയലന്റ് ആകും. അമ്മ പതിയെ പറഞ്ഞു. സാരമില്ല, ലൈറ്റ് ഇടേണ്ട. അവർ പറഞ്ഞതെന്തെന്ന് മനസ്സിലാക്കിയതുപോലെ ഡോക്ടർ പറഞ്ഞു. അമ്മ ഒരു കാര്യം ചെയ്യൂ, അവൾക്കരികിലേക്ക് ചെന്ന് ഒന്ന് അവളെ വിളിക്കൂ. ആരതി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്നറിയണം. ഡോക്ടർ അമ്മയെ നോക്കി പറഞ്ഞതും അവർ പതിയെ അവൾക്കരികിലേക്ക് ചെന്നു. അയാൾ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. അമ്മ അവൾക്കരികിൽ ചെന്നിരുന്ന് പതിയെ അവളെ ഒന്ന് തൊട്ടു. കാൽമുട്ടിനു മുകളിൽ മുഖം ചേർത്ത് കൂനിക്കൂടിയിരുന്നവൾ പതിയെ മുഖമുയർത്തി അവരെ ഒന്ന് നോക്കി. മുടിയൊക്കെ ഒതുക്കി കെട്ടിക്കൊടുത്തതുപോലെ തന്നെയുണ്ട്. അമ്മയെ നോക്കുമ്പോൾ അവൾക്ക് പ്രശ്നമൊന്നുമില്ല. പ്രത്യേകിച്ച് യാതൊരു ഭാവവുമില്ലാതെ അമ്മയെ നോക്കുകയാണ്. അതു കഴിഞ്ഞ് അവളുടെ നോട്ടം ചെന്നത് ജിതിൻ്റെ നേരെയാണ്. അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം പോലെ. അത് അമ്മയടക്കം എല്ലാവർക്കും മനസ്സിലായതാണ്. എന്നാൽ ആ തിളക്കം അധിക നേരത്തേക്ക് ഉണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകൾ ചുരുങ്ങി. അപ്പോഴാണ് ജിതിന് പിറകിൽ നിൽക്കുന്ന ഡോക്ടറെ അവൾ കണ്ടത്. അവളുടെ കണ്ണിൽ പേടി നിറഞ്ഞു. അതുവരെയുണ്ടായിരുന്ന ശാന്തത മാറി അവൾ വയലന്റായി. അവൾ എന്നത്തേക്കാളും കൂടുതൽ അക്രമാസക്തയായി. അവൾക്കുള്ളിലൂടെ എന്തൊക്കെയോ ഓർമ്മകൾ പാഞ്ഞു പോയിക്കൊണ്ടിരുന്നു. അതിൽ ഹോസ്പിറ്റലിലായിരുന്നപ്പോഴുള്ള വേദനിപ്പിക്കുന്ന ഓർമ്മകൾ പോലും ഉണ്ടായിരുന്നു. അമ്മയും ജിതിനും ചേർന്ന് അവളെ പിടിച്ചു വെക്കാൻ ശ്രമിച്ചു. അവരുടെ കയ്യിലൊന്നും അവൾ ഒതുങ്ങുന്നുണ്ടായിരുന്നില്ല. ഡോക്ടർ വേഗത്തിൽ അവൾക്കൊരു ഇഞ്ചക്ഷൻ കൊടുത്തതും അല്പസമയം കൊണ്ട് തന്നെ അവളുടെ ബോധം മറഞ്ഞിരുന്നു. ജിതിൻ തൻ്റെ കയ്യിലേക്ക് ചാഞ്ഞു കിടക്കുന്ന അവളെ കട്ടിലിലേക്ക് കിടത്തി. പേടിക്കേണ്ട, അവളെ ആ പണ്ടത്തെ ആരതിയായി ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും. ഇതെൻ്റെ വാക്ക്. ഇന്ന് തന്നെ നമുക്ക് അവളുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം. പിന്നെ ജിതിൻ, നീ എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാകണം. നിന്നെ കാണുമ്പോൾ മാത്രമാണ് അവളുടെ കണ്ണുകൾ ആദ്യം വിടരുന്നത്. പിന്നീട് വയലന്റ് ആകുന്നത് തൽക്കാലം നോക്കേണ്ട. അതിനർത്ഥം അവളുടെ ഉപബോധ മനസ്സിൽ ഇപ്പോഴും ആ പ്രണയം കിടപ്പുണ്ട്. അത് പൂർണ്ണമായും നശിച്ചിട്ടില്ല. നമുക്കവളെ തീർച്ചയായും രക്ഷിക്കാൻ കഴിയും. ഡോക്ടർ പറയുന്നത് കേട്ട് അമ്മയ്ക്കും ജിതിനും ആശ്വാസം തോന്നി. ഇതുവരെയില്ലാത്തതുപോലെ ഒരു പ്രതീക്ഷ ആ അമ്മയുടെ ഉള്ളിൽ നാമ്പിട്ടു. അവൻ ഒന്നും അറിയാതെ കട്ടിലിൽ കിടക്കുന്ന ആരതിയെ ഒന്ന് നോക്കി. അവൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. തൻ്റെ പ്രണയം, തൻ്റെ പ്രാണൻ. അവൻ ആരതിയുടെ നെറുകിലൊന്ന് പതിയെ തലോടി. ഇല്ല ആരതി, നിനക്കൊന്നുമില്ല. എൻ്റെ പഴയ ആരതിയായി നീ തിരിച്ചു വരും. ഞാൻ നിന്നെ കൊണ്ടുവരും. എനിക്ക് വേണം നിന്നെ. നമുക്ക് ജീവിക്കണ്ടേ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ? അവൻ്റെ ഉള്ളം അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. അവളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അല്ലെങ്കിലും അവൾ അത്രയും സ്നേഹിച്ച, ആഗ്രഹിച്ച, അവളെ തിരിച്ചും അതുപോലെ സ്നേഹിക്കുന്ന അവൻ അവൾക്കായി അവൻ്റെ ജീവിതവും കയ്യിൽ പിടിച്ചു നിൽക്കുമ്പോൾ അവൾക്കെങ്ങനെ തിരിച്ചു വരാതിരിക്കാൻ പറ്റും? അവൾ വരും. ആ ദിവസത്തിനായുള്ള കാത്തിരിപ്പിലാണ് അവനും അമ്മയും മുത്തശ്ശിയും അവളെ സ്നേഹിക്കുന്ന ഓരോരുത്തരും.